ആമുഖങ്ങൾ മുഖവുരകൾ ആവശ്യമില്ലാത്ത ശ്രീ ബിനീഷ് കോടിയേരി. കോടിയേരിയുടെ മകൻ എന്ന രീതിയിൽ അറിയപ്പെടുന്നത് തന്നെയാണ് എപ്പോഴും ആഗ്രഹം. ബിനീഷ് കോടിയേരി എന്ന് പറഞ്ഞാൽ ലഹരിമരുന്ന് കേസിലെ പ്രതി, തീവ്രവാദം, നർക്കോട്ടിക്, ഈ രണ്ട് കേസുകളിലും നിങ്ങൾ പെട്ടുകഴിഞ്ഞ സമൂഹത്തിന്റെ അകത്ത് ഏറ്റവും വെറുക്കപ്പെട്ടവനായി നിങ്ങൾ മാറും. ജയിൽ ജീവിതം എങ്ങനെയായിരുന്നു, എന്തായിരുന്നു? എല്ലാ തരത്തിലും ഉള്ള പീഡനങ്ങൾ ഉണ്ടായിരുന്നു. ഒരു മകൻ എന്നുള്ള നിലയ്ക്ക് 100% നീതി കാട്ടിയിട്ടുണ്ട് എന്ന് തോന്നുന്നു. പോൾമുത്തൂറ്റ് വാദത്തിൽ പെരുവിട്ടു. ദുബായിലെ ഏതോ 13 കോടി തട്ടിപ്പ്, ഏതോ റഷ്യൻ സുന്ദരമുള്ള ഫോട്ടോ, തീയില്ലാത്ത പുക ഉണ്ടാവില്ല. മലയാളികളുടെ ഈവനിങ് സ്നാക്സ് ആയിരുന്നു ബിനീഷ് കോടിയേരി. ചോദിച്ചിട്ടുണ്ടോ പിണറായി വിജയനോട്, പുത്രി വാത്സല്യത്താൽ അങ്ങു മന്ദനായോ ധൃതരാഷ്ട്രേ? അങ്ങനെയൊന്നും ഞാൻ ചിന്തിക്കാം. കോടിയേരി ബാലകൃഷ്ണന് ആവശ്യമായ ഒരു യാത്രയപ്പ് കൊടുക്കണ്ട എന്നൊരു വാശി അതിനകത്ത് ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഏതെങ്കിലും കാലത്ത് പാർട്ടിയുടെ സെക്രട്ടറി ആവോ ബിനീഷ് കോടിയേരി? ജനങ്ങളുടെ വാദം, ജനത്തിന്റെ ശബ്ദം. ജനകീയ കോടതിയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്നത്തെ ന്യായാധിപൻ പ്രശസ്ത മാധ്യമ പ്രവർത്തകൻ ശ്രീ വി വേണുഗോപാൽ. വെൽക്കം സാർ. ഇന്നത്തെ അതിഥി ആമുഖങ്ങൾ മുഖവുരകൾ ആവശ്യമില്ലാത്ത ശ്രീ ബിനീഷ് കോടിയേരി. വെൽക്കം ശ്രീ ബിനീഷ്. ബിനീഷ് കോടിയേരി, രാഷ്ട്രീയം, ജീവിതം, വിവാദങ്ങൾ, ചോദ്യങ്ങളുണ്ട്. പ്ലീസ്. താങ്ക് യു സർ. ബിനീഷ് കോടിയേരി സിനിമാ അഭിനേതാവാണ്, അഭിഭാഷകനാണ്, KCA ഭാരവാഹിയാണ്, ബിസിനസ്സുകാരനാണ്, AK സെൻട്രൽ ബ്രാഞ്ചിന്റെ കീഴിലുള്ള പാർട്ടി കമ്മിറ്റി അംഗമാണ്, CPM അംഗമാണ്. ഇതിലൊക്കെ ഉപരി ബിനീഷിന്റെ അഡ്രസ്സ് കോടിയേരി ബാലകൃഷ്ണ മകൻ എന്നറിയപ്പെടാൻ തന്നെയല്ലേ ആഗ്രഹം? സ്വാഭാവികമായിട്ടും എൻ്റെ പാതയിൽ വന്ന എല്ലാ ആളുകൾക്കും, എന്നുവെച്ചാൽ അച്ഛൻ്റെ പേരിൽ അറിയപ്പെട്ട് നിൽക്കുന്ന, രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന എല്ലാവർക്കും അവരുടെ സ്വന്തമായിട്ടുള്ള സ്വത്വം ഉണ്ട് എന്നുള്ളതിലുപരി സ്വന്തമായിട്ട് തോന്നുക അച്ഛൻ്റെ പേരിൽ അറിയപ്പെടാനുള്ള അഭിമാനം തന്നെയാണ്. അങ്ങനെ നോക്കുമ്പോൾ എനിക്കും കോടിയേരിയുടെ മകൻ എന്ന രീതിയിൽ അറിയപ്പെടുന്നത് തന്നെയാണ് എപ്പോഴും ആഗ്രഹം. അങ്ങനെ അറിയപ്പെടുന്നത് കൊണ്ടുകൂടിയിട്ടാണ് ഇത്തരത്തിലേക്കുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നതും, അല്ലെങ്കിൽ പലപ്പോഴും എല്ലാ തരത്തിലുള്ള കോണറുകളിലേക്കും അല്ലെങ്കിൽ ലൈം ലൈറ്റ് നിൽക്കുന്ന നിങ്ങളിപ്പോൾ പറഞ്ഞ പോലുള്ള എല്ലാ വിഭാഗങ്ങളിലേക്ക് വരുമ്പോഴും അതിൻ്റെ അകത്തുള്ള ഒരു എന്താ പറയുക, ഒരു കരുവായിട്ടോ അടിത്തറയായിട്ടൊക്കെ നമ്മൾ കാണുന്നതും അതുകൊണ്ട് മാത്രമാണ്. അല്ലാതെ അല്ലെങ്കിൽ നമ്മൾ വേറെ മറ്റൊരാളുടെ മകനായിട്ട് ജനിച്ചിരുന്നെങ്കിൽ, നമ്മൾ അങ്ങനെ വളർന്നു വന്നിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ എത്തിപ്പെടുമെന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാലത്തിന്റെ ഒരുപാട് പരീക്ഷണങ്ങൾ ബിനീഷ് കോടിയേരി നേരിട്ടു. അപ്പം കാലത്തിന്റെ പരീക്ഷണങ്ങൾ കടന്നു വന്ന ബിനീഷ് മാറിയ ഒരു മനുഷ്യനാണോ? നമ്മൾ നവീകരിക്കപ്പെടും. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഓരോ ഘട്ടങ്ങൾ കടന്നു പോകേണ്ടതായിട്ട് വരും. നമ്മുടെ ജീവിതത്തിൽ പല ഘട്ടങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ കണ്ടെത്തിയ ജീവിതങ്ങളിലേക്കുള്ള പല ഉത്തരങ്ങളും ചിലപ്പോൾ തെറ്റായിരുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെട്ടു. അങ്ങനെ ബോധ്യപ്പെടുമ്പോൾ അത് ഞാൻ തിരുത്താൻ തയ്യാറല്ല എന്ന് പറഞ്ഞു പോകുന്നതല്ല ശരിയെന്നുള്ളതും, അത് തിരുത്തിയാണ് ഒരു മനുഷ്യൻ മുന്നോട്ട് പോകേണ്ടെന്നുള്ളൊരു ചിന്ത സ്വാഭാവികമായിട്ട് ഉരുത്തിരിഞ്ഞ് വരും. അങ്ങനെ ഞാനും പല ഘട്ടങ്ങളിലായിട്ട് നവീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ കൂടുതലായി നവീകരിക്കപ്പെട്ടു പോകുന്ന അവസ്ഥയിലാണ് പോകുന്നതെന്നാണ് എൻ്റെ ജീവിതം ഞാൻ നോക്കിക്കാണുമ്പോൾ എനിക്ക് പറയാൻ പറ്റുന്നത്. ഒരുപാട് ആരോപണങ്ങൾ, പക്ഷേ ഏറ്റവും ഒടുവിൽ താങ്കൾക്കെതിരെ ആരോപിക്കപ്പെട്ട ഒരു കേസ് ലഹരിമരുന്ന് കേസായിരുന്നു. അത് അങ്ങേയറ്റത്തെ കേസാണ്, അങ്ങേറ്റം നീചമായ ഹീനമായ കേസാണ്. യഥാർത്ഥത്തിൽ താങ്കൾ NCB കേസിൽ ഒരു പ്രതിയല്ല. അതിനുശേഷം താങ്കൾ ഈ പറഞ്ഞ കേസിൽ കുറ്റമുക്തനായി 1 വർഷം ജയിലിൽ കിടന്നു. അത് കഴിഞ്ഞ് കുറ്റമുക്തനായി. ഈ പറയുന്ന നിയമത്തിന്റെ എല്ലാം കഴിഞ്ഞ് നിൽക്കുമ്പോഴും ഇപ്പോഴും ബിനീഷ് കോടിയേരി എന്ന് പറഞ്ഞാൽ ലഹരിമരുന്ന് കേസിലെ പ്രതി എന്നൊരു ചാപ്പയ്ക്ക് ആരെങ്കിലും ഒക്കെ ശ്രമിക്കുന്നുണ്ടോ ബിനീഷ്? അല്ല, അത് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു ഭാഗമാണ്. ഇപ്പോൾ നിങ്ങൾ ഞാനിപ്പോൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ഇടുന്ന ഫേക്ക് പോസ്റ്റുകൾ, ഏതെങ്കിലും ഒരു രാഷ്ട്രീയപരമായിട്ടുള്ളൊരു നയത്തിൻ്റെയോ നിലപാടിൻ്റെയോ ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ രാവിലെ വലിച്ചു കയറ്റിയോടെ ഇതാണ് വരുന്നത്. അപ്പോൾ അതൊക്കെ നമ്മുടെ സമൂഹത്തിൽ വരുന്ന കാര്യങ്ങൾ നമ്മൾ ഉൾക്കൊള്ളാനേ പറ്റുള്ളൂ. അതിനെയൊക്കെ നേരിടാൻ വേണ്ടിയിട്ടുള്ള പ്രാപ്തരാകുക എന്നുള്ളതാണ് ഏറ്റവും വലുത്. ഇത്തരത്തിലുള്ള എന്ത് വന്നാലും നമ്മുടെ സമൂഹത്തിൽ ഇത്തരത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഇത്തരത്തിലുള്ള ചാപ്പയിടിക്കലുകളൊക്കെ ശ്രമിച്ചാലും നമ്മളായിട്ട് നിലനിൽക്കുകയും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നുമില്ലാതെ നമ്മൾ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്, നിയമത്തിന് മുമ്പിൽ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ സമൂഹത്തിന് മുമ്പിൽ രാഷ്ട്രീയപരമായിട്ടുള്ള നിലപാടുകൾ പറയുമ്പോൾ ആ നിലപാടുകൾക്ക് എതിർവശത്ത് നിൽക്കുന്ന ആളുകൾക്ക് അത് ഈ പറയുന്ന പോലെ അതിനെതിരായിട്ട് പറയണം. അങ്ങനെ പറയുമ്പോൾ വ്യക്തിപരമായിട്ട് എങ്ങനെയാണ്, അതിപ്പോൾ എന്നെ മാത്രമല്ല ഏത് രാഷ്ട്രീയ പാർട്ടിയിലെ ഏത് നേതാവിനെയായാലും, ഏത് നേതാവിൻ്റെ മകനെ ആയാലും മകളെ ആയാലും ആരെ ആയാലും എന്തെങ്കിലും ഒരു ചാപ്പ അവർക്കെതിരായിട്ടുണ്ടോ? നിങ്ങൾ നോക്കിയോ, ഏത് രാഷ്ട്രീയക്കാരൻ്റെയും ബാക്കി ചാപ്പകൾ പോലെ അല്ലല്ലോ ഇത്, ബാക്കി ആരോപണങ്ങൾ പോലെയോ അല്ല.
ഇനി ഈവൻ അഴിമതി ആരോപണങ്ങൾ പോലെയുമല്ല ലഹരി കേസ്. ഇപ്പോൾ ഓപ്പറേഷൻ തൂഫാന്റെ കാലം കൂടിയാണ്. ലഹരി കേസ് എന്ന് പറഞ്ഞാൽ അത് സമൂഹം വെറുക്കപ്പെട്ടവനായി കണക്കാക്കുന്ന ഒന്നായി മാറുന്ന കാലമാണ്. 1 വർഷം ജയിലിൽ കിടന്നു. 1 വർഷത്തിന് മുകളിൽ ബിനീഷ് ജയിലിൽ കിടന്നു. അതാണ് നിങ്ങൾ അതിനകത്ത് മനസ്സിലാക്കേണ്ട ഏറ്റവും ഈ പറയുന്ന ഞാൻ അനുഭവിക്കേണ്ടി വന്ന ഏറ്റവും വേദനാജനകമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നതാണ്. ഇപ്പം നർക്കോട്ടിക് കേസിൽ ഉൾപ്പെട്ടു എന്നുള്ളതാണ് എനിക്കെതിരായിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന കാര്യം. ഇപ്പം നിങ്ങൾ തന്നെ പറയും NCB കേസിൽ ഞാൻ പ്രതിയേ അല്ല, നർക്കോട്ടിക് കേസിൽ പ്രതിയല്ലാത്ത എന്നെ നർക്കോട്ടിക് കേസിൽ പ്രതിയാണ് എന്ന് പറഞ്ഞാണ് ഇവിടുത്തെ മുഴുവൻ മാധ്യമങ്ങളും, ഇപ്പം അന്നുണ്ടായിരുന്ന മുഴുവൻ മാധ്യമങ്ങളും. കാരണം അങ്ങനെയായിരുന്നു അതിൻ്റെ ഫ്രെയിം വന്നിരിക്കുന്നത്. ഈ പറയുന്ന ED പോലും ആ പറഞ്ഞ് പുറത്തോട്ട് പറഞ്ഞിരിക്കുന്നത് നർക്കോട്ടിക് കേസിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതെന്ന് പത്രസമ്മേളനത്തിലും അല്ലെങ്കിൽ പത്രക്കാർക്ക് കൊടുക്കുന്ന പ്രസ് റിലീസിനടക്കമുള്ള കൊടുക്കുന്ന കാര്യങ്ങൾക്കൊക്കെ EDയിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ചാണല്ലോ അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ചാനലുകളും മറ്റും മീഡിയകളും എല്ലാം വാർത്ത കൊടുക്കുന്നത്. അവർ പറഞ്ഞുകൊണ്ടിരുന്നത് ഇങ്ങനെയാണ്. പക്ഷേ NCB കുറ്റപത്രത്തിൽ ഞാനുണ്ടോ? NCB കുറ്റപത്രത്തിലേ ഞാനില്ല. അപ്പോൾ NCB എന്നെ കസ്റ്റഡിയിൽ എടുത്തല്ലോ. ഈ പറയുന്ന പോലെ ആദ്യമായിട്ട് എന്നെ കസ്റ്റഡിയിൽ എടുക്കുന്നത് ED ആണ്. സ്വാഭാവികമായിട്ടും NCB കേസിലായിരുന്നു ഞാൻ പ്രതിയാണെങ്കിൽ NCB ആയിരുന്നല്ലോ എന്നെ ആദ്യമായിട്ട് സമൻ ചെയ്യേണ്ടതും എന്നെ വിളിക്കേണ്ടതും. NCB എന്നെ സമൻ ചെയ്തു പോലും ഇല്ല. എന്നെ സമൻ ചെയ്യുന്നതിനേക്കാളും മുമ്പേ ED ആ കേസ് എടുക്കുകയും ED എന്നെ സമൻ ചെയ്യുകയും ED എന്നെ വിളിപ്പിക്കുകയും ചെയ്തു. ആ കേസിൽ മുഴുവൻ രീതിയിലും അവർ പല രീതിയിലും എന്നെ NCB കേസിലേക്ക് കണക്ട് ചെയ്യാൻ നോക്കി. അവർക്കൊന്നും കിട്ടിയില്ല. അവരവസാനം എടുത്തെന്താ ED കേസിൽ മാത്രമായിട്ട് എന്നെ നിലനിർത്തി. അപ്പോൾ അവർ പറയുന്ന വാദം എന്താ, NCB കേസിൽ നിങ്ങൾ പ്രതിയല്ലെങ്കിൽ കൂടിയും ED കേസ് നിലനിൽക്കും. ഇപ്പം നർക്കോട്ടിക് കേസ് എന്ന് പറയുന്ന ഒരു കേസ് നിങ്ങളുടെ മേൽ ചാർത്തി കഴിഞ്ഞാൽ സമൂഹം നിങ്ങളെ ഏറ്റവും രണ്ട് കേസുകളാണ്. ഞാൻ മറ്റൊന്ന് 2 ഇൻ്റർവ്യൂസിലും പറഞ്ഞൊരു കാര്യമാണ്. തീവ്രവാദം, നർക്കോട്ടിക്, ഈ 2 കേസുകളിലും നിങ്ങൾ പെട്ടുകഴിഞ്ഞാൽ ആരും തിരിഞ്ഞു നോക്കില്ല എന്ന് മാത്രമല്ല നിങ്ങളുടെ സമൂഹത്തിൻ്റെ അകത്ത് ഏറ്റവും വെറുക്കപ്പെട്ടവനായി നിങ്ങൾ മാറും. അത് വീട്ടിൽ വെറുക്കപ്പെട്ടവനായി ഇല്ലാത്തത് കൊണ്ടാണ് നമുക്കിപ്പോഴും ജീവിക്കാൻ പറ്റുന്നത്. വീട്ടിൽ അങ്ങനെ അല്ലാതായതിൻ്റെ കാരണം ഇതിനെല്ലാം പൊളിറ്റിക്സ് ആണ്, ഇതെല്ലാം പൊളിറ്റിക്കലൈസ്ഡ് ആണ് എന്ന് വ്യക്തമായിട്ട് അറിയാവുന്ന ആദ്യമേ ഞാൻ പറഞ്ഞ അച്ഛൻ എന്നുള്ളൊരു വലിയ ശക്തി എൻ്റെ കൂടെ നിന്നതുകൊണ്ടാണ്. അങ്ങനെ ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ എന്നെപ്പോലെ ഈ പറയുന്ന പോലെ അത്തരത്തിലേക്കുള്ള കാര്യങ്ങളിലൂടെ കടന്നു വന്ന ഒരാൾക്ക് ആത്മഹത്യ ഇല്ലാതെ വേറൊന്നും ചിന്തിക്കാൻ പറ്റില്ല. അല്ല, ബിനീഷ് 1 വർഷം ജയിലിനകത്ത് കിടക്കുന്ന സമയം പുറത്ത് പറഞ്ഞുകൊണ്ടിരുന്നത് ബിനീഷ് ലഹരി കച്ചവടക്കാരനാണ്, ഡ്രഗ് മാഫിയയുടെ തലവന്മാരിൽപ്പെട്ട ഒരാളാണെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അത് ബിനീഷ് ഉറപ്പായും ജയിലിനകത്ത് അറിയുന്നുണ്ടല്ലോ. പുറത്ത് എന്നെ പറ്റി പറയുന്നത് ഇത്തരത്തിൽ നിന്ദ്യമായൊരു കേസുമായി ബന്ധപ്പെടുത്തിയാണെന്ന് അറിയില്ല. അപ്പോൾ 1 വർഷത്തെ ജയിൽ ജീവിതം എങ്ങനെയായിരുന്നു, എന്തായിരുന്നു? എന്നെ ജയിലിൻ്റെ അകത്തേക്ക് ആദ്യം കോവിഡിൻ്റെ സമയത്താണ് എന്നെ ജയിലിൻ്റെ അകത്തേക്ക് കൊണ്ടുപോകുന്നത്. 20 ദിവസമാണ് ക്വാറന്റൈൻ പീരീഡ്. അപ്പോൾ എന്നെ ക്വാറന്റൈൻ പീരീഡ് 20 ദിവസം കഴിഞ്ഞാൽ നേരെ അടുത്ത മെയിൻ ജയിലിലേക്ക് മാറ്റണം. ആ ജയിലിലേക്ക് മാറ്റുന്ന സമയത്ത് ഏകദേശം 45 ദിവസം എന്നെ ഒറ്റ റൂമിലാണ് അടച്ചിട്ടിരുന്നത്. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് ജയിൽ അധികൃതരോട് ചോദിക്കുന്നത് എന്നെ എന്താണ് പുറത്തിറക്കാത്തത്, എല്ലാവരെയും പുറത്തിറക്കുന്നുണ്ട്. അവരെൻ്റെ അടുത്ത് പറയാം, നിങ്ങൾ വലിയ VIP പരിഗണനയുള്ള ഒരാളാണ്, നിങ്ങളുടെ ലൈഫിന് ത്രെട്ടുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് ഒരു സിംഗിളായിട്ടുള്ള റൂം തന്നിരിക്കുന്നത് പോലും അതുകൊണ്ടാണ്. ഇതൊക്കെ വെറുതെ എന്നെ അവിടെ ആർക്കറിയാനാണ്? ഈ ബാംഗ്ലൂർ പരപ്പനഗ്ര ജയിലിൽ കിടക്കുന്ന ആളുകൾക്ക് ബിനീഷ് കോടിയേരി എന്ന് പറയുന്ന ആരെയും അറിയാം. ഇത് മാനസികമായിട്ട് നമ്മൾ എത്രത്തോളം തകർക്കാം. ഒരു 10 മിനിറ്റാണ് എന്നെ പുറത്തിറക്കി എന്നെ വെയിൽ കാണിക്കുക. ഒരു 10 അതിനനുസരിച്ച് പെട്ടെന്ന് കയറും. ഈ പറയുന്ന പോലെ എല്ലാ തരത്തിലും മാനസികമായിട്ടും എല്ലാ തരത്തിലും ഈ ഫിസിക്കൽ അസോൾട്ട് ഇല്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മറ്റുള്ള എല്ലാ തരത്തിലും ഉള്ള പീഡനങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ അതിജീവിക്കാൻ എനിക്ക് പറ്റിയത് ഞാൻ ഈ പ്രസ്ഥാനത്തോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ടാണെന്നാണ് ഞാൻ. ബിനീഷിന്റെ ആ 1 വർഷം കോടിയേരി ബാലകൃഷ്ണന് ജയിലിൽ വന്ന് കാണാൻ കഴിഞ്ഞിട്ടില്ല, അതിന് ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. അതിനുശേഷം 1 വർഷം കഴിയുമ്പോഴത്തേക്കും ബിനീഷ് വീട്ടിലേക്ക് തിരികെ വരുന്നുണ്ട്. അപ്പോൾ അന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ വെയിറ്റ് ചെയ്യുന്നുണ്ട് കുടുംബം. ബിനീഷ് വരുന്നുണ്ട്, ബിനീഷ് ഇളയ മകൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇളയ മകൾ പറയുന്നുണ്ട് എൻ്റെ ടോക്കിംഗ് നോമിന് ബാറ്ററി തീർന്നു എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം കോടിയേരിയെ ഹഗ് ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ എനിക്ക് ആ വിഷയം ഭയങ്കര വേദന ഉണ്ടാക്കിയ വിഷയമാണ്. കാര്യം എനിക്ക് ആ പ്രായത്തിലുള്ള മോൾ ഉള്ളതുകൊണ്ട്. ബിനീഷ് അത് കഴിയുമ്പോൾ കോടിയേരി പോകുന്നുണ്ട്. അപ്പോൾ ഇപ്പം ബാക്കി എല്ലാവർക്കും രാഷ്ട്രീയമായി കോടിയേരി മിസ് ചെയ്യുന്നുണ്ടാവാം. VS ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറയുന്ന പോലെ തന്നെ കോടിയേരി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറയുന്ന രാഷ്ട്രീയകാലം കൂടിയാണ്. അതിലേക്ക് വരാം. പക്ഷേ കോടിയേരിയുടെ മകൻ എന്നുള്ള നിലയ്ക്ക്, മക്കൾ എന്നുള്ള നിലയ്ക്ക് എങ്ങനെയാണ് കോടിയേരിയുടെ ആ മിസ്സിങ് ഈ വർഷങ്ങൾ തോന്നുന്നത്? ഒരു ദിവസം പോലും അച്ഛനെ ഓർമ്മിക്കാത്ത ഒരു ദിവസം എൻ്റെ ജീവിതത്തിൽ കടന്നുപോയിട്ടില്ല എന്ന് തന്നെ എനിക്ക് പറയാം. അത് ഞാൻ ഓർക്കുന്നു എന്നുള്ള ഒരു കാര്യം. അതെല്ലാം തന്നെ നിരന്തരമായിട്ട് നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിൽ ഏതെങ്കിലും ഒരു ദിവസം പോലും ഏതെങ്കിലും ഒരു സഖാവ്, ഏതെങ്കിലും ഒരാൾ അച്ഛനുമായിട്ട് ബന്ധപ്പെട്ടിരുന്നൊരു ഫോട്ടോ, അച്ഛനായിട്ടുള്ളൊരു വീഡിയോ, അച്ഛൻ പറഞ്ഞ ഏതെങ്കിലും ഒരു പ്രസ്താവനയായിട്ടില്ല. അത് ഇപ്പോഴും ഈ 4ാമത്തെ വർഷത്തിലേക്ക് കടക്കുമ്പോൾ പോലും അതില്ലാത്തൊരു ദിവസം ഞങ്ങൾക്ക് എന്നെ സംബന്ധിച്ചിട്ട് ഉണ്ടായിട്ടില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാൻ പറ്റും. കാരണം
അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് എനിക്കുള്ള മിസ്സിങ്, അമ്മയ്ക്കുള്ള മിസ്സിങ്, ഞങ്ങൾക്കെല്ലാം ബിനോയ്ക്കുള്ള മിസ്സിങ് എന്നുള്ളതിനേക്കാൾ ഉപരി ജനങ്ങൾ അത്രത്തോളം അച്ഛനെ മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം അത്രയും സ്പഷ്ടമായി ഞങ്ങളുള്ളിലും അടയാളപ്പെടുകയാണ് എത്രത്തോളം ഉണ്ടെന്നുള്ളത്. പിന്നെ അച്ഛൻ എന്ന് പറയുന്നത് തന്നെയാണല്ലോ ഞങ്ങളുടെ ഏറ്റവും വലിയ ശക്തി എന്നുള്ളത്. എല്ലാവർക്കും എല്ലാം പറയാമെങ്കിലും ഏറ്റവും വലിയ നഷ്ടം എന്നുള്ളത് ഞങ്ങൾക്ക് തന്നെയാണ്. അത് തന്നെയാണ് അതിൻ്റെ സത്യം എന്നുള്ളത്. ബിനീഷ് കസ്റ്റഡിയിലാവുന്നതിന് ശേഷം പി കെ ഫിറോസ് അടക്കം നിരന്തര വാർത്താ സമ്മേളന പരമ്പര ഉണ്ടാവുന്നുണ്ട്. കോൺഗ്രസ് രാഷ്ട്രീയം ഒക്കെ ശരിയാണ്. പക്ഷെ യഥാർത്ഥത്തിൽ ആ കേസ് വരുന്നത് രാഷ്ട്രീയമായിട്ടല്ല, ആണോ? ആ കേസ് രാഷ്ട്രീയപരമായിട്ടാണ് എന്ന് തെളിയിക്കപ്പെടുന്നൊരു കാലം വരും. ഞാൻ ആ കേസ് ഇപ്പോൾ കോടതിയുടെ പരിഗണനയിലാണ്. എൻ്റെ കേസ് മാത്രമാണ് ഇത്തരത്തിലേക്കുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുന്നുള്ളൂ. ആ കേസ് ഇപ്പോഴും കോടതിയുടെ പരിഗണനയിൽ നിൽക്കുന്ന കേസായതുകൊണ്ട് പൂർണ്ണമായിട്ടും എനിക്ക് പറയുന്നില്ല. പക്ഷേ ഞാൻ അതിൻ്റെ ഒരു കെക്സ് പറയാം. ആ കേസും ഇപ്പോൾ ഈ പറയുന്ന പോലെ തന്നെ ഫേക്കായിട്ട് ഉണ്ടാക്കിയ കേസ് ആണ് എന്ന് തെളിയിക്കുന്ന കാലം വരും. ആദ്യം ബിനീഷിലേക്ക് വരുന്നില്ല. ആദ്യം പിടിയിലാവുന്ന അനൂപ് മുഹമ്മദ് ഡ്രഗ് ബിസിനസ്, ഡർട്ടി ബിസിനസ്സുകൾ, ബിനീഷ് കോടിയേരി ഇട്ട് കൊടുത്ത പണത്തിന്റെ രേഖകളൊക്കെ വരുമ്പോൾ സ്വാഭാവികമായി വരുന്നതല്ലേ കേസാണ്. അതാണ് അതിലേക്കാണ് വരുന്നത്. ഇപ്പൊ ED ചെയ്യാത്തതും NCB ചെയ്തതുമായിട്ടുള്ള രണ്ട് കാര്യങ്ങൾ വെച്ചാൽ മാത്രമേ ഈ കേസ് എന്താണ് എന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. ED എന്താ പറഞ്ഞിരുന്നത്? ഞാൻ കൊടുത്ത പൈസ കൊണ്ട് അനൂപ് മുഹമ്മദ് ലഹരി കച്ചവടം ചെയ്യുന്നു എന്നുള്ളതാണല്ലോ EDയുടെ വാദം. അങ്ങനെയാണല്ലോ എന്നെ നർക്കോട്ടിക്കിലേക്ക് വിടുന്നു. അപ്പോൾ അനൂപ് മുഹമ്മദിന് ഞാൻ കൊടുത്ത പൈസ എങ്ങനെ വിനിയോഗിക്കപ്പെട്ടു എന്നുള്ളതാണ് അന്വേഷിക്കേണ്ടത്. അത് ED ആ ഭാഗം ബ്ലോക്ക് ചെയ്തിട്ട് ഇത് മാത്രത്തിലേക്ക് നിന്നു. NCB എന്താ ചെയ്തത്? എന്നെ സമൺ ചെയ്ത സമയത്ത് ഈ പറയുന്ന പോലെ ഞാൻ കൊടുത്ത പൈസ അനൂപ് മുഹമ്മദിന് കൊടുത്തു. ഞാൻ ഈ പറഞ്ഞ EDക്ക് കൊടുത്ത അതേ മൊഴിയാണ് NCBക്കും കൊടുത്തത്. ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്, ഞാൻ റെസ്റ്റോറൻറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് പൈസ കൊടുത്തിട്ടുള്ളത്. NCB എന്ത് ചെയ്തു? ഈ അനൂപ് മുഹമ്മദിന് കൊടുത്ത പൈസയ്ക്ക് ഞാൻ ഈ അനൂപ് മുഹമ്മദ് ആ മൊഴിയാണ് കൊടുത്തത്. ഈ പറയുന്ന പോലെ റെസ്റ്റോറൻറ്റ് ബിസിനസ്സിന് വേണ്ടി ഈ പൈസ ഉപയോഗിച്ചു തന്നെയാണ് അദ്ദേഹവും NCBക്കും EDക്കും കൊടുത്തിരിക്കുന്ന മൊഴി. അങ്ങനെ പക്ഷേ EDയുടെ മൊഴി അനുമോദിന്റെ മൊഴി പുറത്തു വന്ന അങ്ങനെയാണോ എന്ന് പറഞ്ഞാൽ എന്റെ ബോസാണ് ബിനീഷ് കോടിയേരി എന്ന മട്ടിലാണ് അതാണ് സ്വാഭാവികമായും ഈ പറയുന്ന രീതിയിൽ ഡ്രഗ് ബിസിനസ് നടത്തുന്ന ഒരാളെ അറസ്റ്റ് ചെയ്യുകയും അയാളുടെ ബാക്കി കാര്യങ്ങൾ പരിശോധിക്കുകയും അയാളുടെ സാമ്പത്തിക ഇടപാടുകൾ വരികയും ചെയ്യുമ്പോൾ സ്വാഭാവികമായ ഒരു കേസ് വരും. അത് ഈ പറയുന്ന ബോസാണ് എന്നൊക്കെ പറയുന്ന സ്റ്റേറ്റ്മെന്റ് വന്നിരിക്കുന്ന EDയുടെ സ്റ്റേറ്റ്മെന്റില്ല, EDയുടെ മൊഴിയിലാണ്. NCBയുടെ സ്റ്റേറ്റ്മെന്റിൽ ഇങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റും ഇല്ല. എന്നെക്കുറിച്ച് NCB കൃത്യമായിട്ട് അനൂപിൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. ആ NCB കുറ്റപത്രത്തിൽ നിങ്ങൾ ചോദിച്ചാൽ ഒരു വാചകമാണ് എന്നെക്കുറിച്ചിട്ടുള്ളത്. ഈ പറയുന്ന ഈ അന്വേഷണത്തിനിടയ്ക്ക് ഈ പറയുന്ന അനൂപ് മുഹമ്മദിൻ്റെ അക്കൗണ്ടിലേക്ക് വന്ന പൈസ ബിനീഷ് കോടിയേരി എന്ന് പറയുന്ന വ്യക്തിയുടെ പേര് കൂടി ചേർക്കപ്പെട്ടിരിക്കുന്നു. അത് ഞങ്ങൾ അന്വേഷിച്ചു. അതിൻ്റെ അകത്ത് ഒന്നും തന്നെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. എങ്ങനെയാണ് അവർ അന്വേഷിച്ചതെന്ന് പറഞ്ഞത് അതിലോട്ടാണ് ഞാൻ എത്തിയത്. ഈ പറയുന്ന ഞാൻ കൊടുത്ത പൈസ എങ്ങനെ ഉപയോഗിച്ചു എന്ന് പറഞ്ഞതിൻ്റെ അവൻ പറഞ്ഞു ഞാൻ ഈ പറഞ്ഞ റെസ്റ്റോറൻറ്റിന് വാടക കൊടുത്തിട്ടുണ്ട്, സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്, ആളുകൾക്ക് ശമ്പളം കൊടുത്തിട്ടുണ്ട്. ഈ പറഞ്ഞ എല്ലാവരെയും NCB വിളിച്ചു. ഈ പറഞ്ഞ പൈസ കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്ന എല്ലാ ആളുകളെയും NCB വിളിച്ചപ്പോൾ അവർക്കെല്ലാവർക്കും ഞാൻ അയച്ച പൈസയുടെ കൃത്യമായുള്ള പണം അനൂപ് മുഹമ്മദ് കൊടുത്തിട്ടുണ്ട്. എങ്കിൽ കൂടി നമുക്കറിയാവുന്ന അനൂപ് മുഹമ്മദ് എന്ന് പറഞ്ഞാൽ ഈ ഷെയ്ഡി ബിസിനസ്സുകൾ ദീർഘവർഷങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ബിനീഷുമായി ദീർഘവർഷങ്ങളുള്ള സാമ്പത്തിക ഉണ്ട് താനും. അപ്പോൾ ഈ കാലയളവിൽ എപ്പോഴെങ്കിലും ഒരു സമയത്ത് ഇയാളുടെ പ്രശ്നമുള്ള പോക്കാണ് എന്ന് ബിനീഷ് തോന്നിയിട്ടില്ല. ഏകദേശം 5 വർഷത്തോളമാണ് എനിക്ക് അനൂപ് മുഹമ്മദായിട്ടുള്ളൊരു ബന്ധം ഉണ്ടായിട്ടുള്ളത്. 2016-17 തൊട്ടിട്ടുള്ള ബന്ധമാണ് എനിക്കുണ്ടായിരുന്നത്. ആ സമയത്തൊന്നും ഇങ്ങനത്തെ ഒരു രീതിയിലേക്കുള്ളൊരു ബന്ധമുണ്ട് എന്നറിയുന്ന അങ്ങനത്തെ ഒരു രീതിയിലേക്കൊന്നും എൻ്റെ മുമ്പിൽ കാണണ്ടേ? എൻ്റെ മുമ്പിൽ കണ്ടാലേ എനിക്കത് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അത്തരത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അങ്ങനത്തെ ഒരാളായിട്ട് ബന്ധപ്പെടുള്ളൂ. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ NCB ഈ പറയുന്ന പോലെ തന്നെ ഏറ്റവും ലാസ്റ്റ് NCB എൻ്റെ ചെയ്തത് എന്താ? NCB നിങ്ങളുടെ ഈ പറഞ്ഞ മൊഴികളും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പക്ഷേ ഞങ്ങൾക്ക് ഡൗട്ട്ഫുൾ ഉണ്ട്, ഞങ്ങൾക്ക് ഇനിയും നിങ്ങളെ ഡൗട്ട്ഫുൾ ഉണ്ട്. അതുകൊണ്ട് ഞങ്ങളൊരു ടെസ്റ്റ് എടുക്കാൻ തീരുമാനിക്കുന്നു. ഈ ടെസ്റ്റ് പോസിറ്റീവ് ആണെങ്കിൽ നിങ്ങൾ പറയുന്നത് നിങ്ങൾ വലിയ ഗുരുതരമായിട്ടുള്ള ഇതിൽ അനുഭവിക്കേണ്ടി വരും. അങ്ങനെ അപ്പോൾ എൻ്റെ നെയിൽ ടെസ്റ്റ് എടുത്തു, എൻ്റെ ബ്ലഡ് ടെസ്റ്റ് എടുത്തു. അവർ പറയുന്നത് ബ്ലഡ് ടെസ്റ്റിൽ കിട്ടിയില്ലെങ്കിൽ നെയിൽ ടെസ്റ്റിൽ എന്തായാലും കിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞു ഉപയോഗിക്കുന്ന അറിയാൻ വേണ്ടിയിട്ട് നെയിൽ അപ്പോൾ എടുക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ എടുത്തോളൂ, അതവർ ചെയ്തിട്ട് അതിൻ്റെ റിപ്പോർട്ട് ഒന്നുമേ അവർക്ക് കിട്ടാത്തതുകൊണ്ടാണ് ആ കുറ്റപത്രത്തിൽ പോലും അത് ചേർക്കാതിരുന്നിട്ടുള്ള സംഭവം ഉള്ളത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് പറയാൻ പറ്റുന്നത് എന്താ? ഇതാണ് എന്നെ സംബന്ധിച്ചിട്ട് നർക്കോട്ടിക് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നർക്കോട്ടിക് കേസുമായി ഞാൻ ഇല്ല എന്ന് പറയുന്നത്. ED പക്ഷേ എന്താ പൊളിറ്റിക്കലൈസ്ഡ് ആയത്? ED പൊളിറ്റിക്കലൈസ്ഡ് ആയതുകൊണ്ട് മാത്രമാണല്ലോ NCBയുടെ എത്രയോ കേസുകൾ അല്ലെങ്കിൽ ഡ്രഗ് കേസുകൾ എത്രയോ കർണാടകയിൽ ആ വർഷം 5000-6000 ഡ്രഗ് കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ വർഷം ഒറ്റയൊരു കേസാണ് ED എടുത്തിട്ടുള്ളത്. ഒരേ ഒരു കേസ് മാത്രമേ ED ഈ നർക്കോട്ടിക് കേസായിട്ട്, അത് പൂർണ്ണമായും പൊളിറ്റിക്കലൈസ്ഡ് ആയിട്ടുള്ള ഒരു കേസായതുകൊണ്ടല്ലേ. പൊളിറ്റിക്കൽ അല്ലാത്ത എന്ത് ആസ്പെക്റ്റാണ് ആ കേസിൻ്റെ അകത്തുള്ളത്? പൊളിറ്റിക്കൽ അല്ലായിരുന്നെങ്കിൽ NCB എടുത്ത കേസിൻ്റെ അകത്ത് മാത്രം നിന്നേനെ, EDയിലോട്ടത് എത്തില്ല. എന്ത് പറയുമ്പോഴും ബിനീഷ് അച്ഛനോട് ഒരു മകൻ എന്നുള്ള നിലയ്ക്ക് 100% നീതി കാട്ടിയിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? അതാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ആത്മാർത്ഥതയോട് പറയാൻ പറ്റുന്നത്. എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരേ ഒരാൾ എൻ്റെ അച്ഛനാണ്.
എൻ്റെ ജീവിതത്തിൽ ചിലപ്പോൾ എനിക്ക് പുറത്ത് പറയാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ സംഭവിച്ചത് പോലും ഞാൻ പറഞ്ഞിട്ടുള്ളത് എൻ്റെ അച്ഛനുമായിട്ടാണ്. ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണന് ആരോഗ്യ പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. ആരോഗ്യ പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് പോലും കോടിയേരിയുടെ ഇപ്പോൾ എത്ര കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് പറഞ്ഞാൽ, എത്ര പാർട്ടി സെക്രട്ടറി, എത്ര കരുത്തരെന്ന് പറഞ്ഞാലും വീട്ടിനകത്തുണ്ടാകുന്ന മക്കൾക്ക് നേരെ ഉണ്ടാകുന്ന ആരോപണങ്ങൾ ഒരു പിതാവ് എന്നുള്ള നിലയ്ക്ക് സ്വാഭാവികമായി ഉലഞ്ഞു പോകും. അത് പുറത്ത് ഒരുപക്ഷെ കോടിയേരി കാണിക്കുന്നില്ലെങ്കിൽ കൂടിയും. താങ്കളുടെ കേസാവട്ടെ, താങ്കളുടെ ജ്യേഷ്ഠൻ്റെ കേസാവട്ടെ, ആ സമയത്ത് കോടിയേരി വേദനിച്ചിട്ടുണ്ട് മക്കളെ ഓർത്ത്. ഉണ്ട്, സ്വാഭാവികമായിട്ടും അതില്ല എന്ന് പറയുന്നതിലൊന്നും അർത്ഥമില്ല. സ്വാഭാവികമായിട്ടും ഉണ്ടാവും. അത് ആ ജയിലിൽ കിടത്തിയ ആ ഒരു വർഷത്തെ ആ ഒരു പ്രശ്നം അച്ഛൻ്റെ രോഗത്തെ നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട്. അതില്ല എന്ന് പറയുന്നതിലൊന്നും സത്യമില്ല. അങ്ങനെ തന്നെയാണ്. അപ്പം ഈ കേസെടുത്ത ആളുകളും ഉദ്ദേശിച്ചുള്ളതും കേസെടുത്ത ആളുകൾക്കും വേണ്ടിയിരുന്നതും അത് തന്നെയാണ്. ആ രീതിയിലേക്ക് അവർക്ക് അതിനെ കൊണ്ടെത്തിക്കാൻ പറ്റി, ഈ രീതിയിൽ എത്തിക്കാൻ പറ്റിയെന്നുള്ളൂ. പക്ഷെ അവർ ഉദ്ദേശിച്ചത് മറ്റൊരു പൊളിറ്റിക്കൽ ചേഞ്ച് ആയിരുന്നു അവർ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ആ പൊളിറ്റിക്കൽ ചേഞ്ച് അവർക്ക് കിട്ടാത്തത് കൊണ്ടാണ് എന്നെ മാക്സിമം ഇത്തരത്തിലേക്കുള്ള കാര്യത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി അവർ ശ്രമിച്ചത്. ആ പരാജയപ്പെട്ടതിൻ്റെ എല്ലാ ഈർഷ്യയും അവർ തീർത്തത് അത്തരത്തിൽ ഒരു വർഷത്തോളം എന്നെ അത്തരത്തിൽ കിടത്തിയത് കൊണ്ടാണ്. പിന്നെ അച്ഛൻ അതിൻ്റെ അകത്ത് അച്ഛൻ എപ്പോഴും എന്നെ കംഫർട്ടാക്കാനും ബിനോയിനെ കംഫർട്ടാക്കാനും തന്നെ ശ്രമിച്ചിട്ടുള്ളൂ. ഞാൻ ഈ ജയിലിൽ നിന്ന് വന്നതിന് ശേഷം ഞാൻ അച്ഛൻ്റെ അടുത്ത് ചോദിച്ചു, ഈ പറയുന്ന പോലെ അച്ഛാ ഇപ്പം ഇത്തരത്തിലുള്ള കൂട്ടുകെട്ടിൽ പോകാൻ പാടില്ലായിരുന്നു, ഇപ്പോഴും പറ്റിപ്പോയതാണ്, ഈ സമയത്ത് പറ്റിപ്പോയതാണ്, അല്ലാണ്ട് എനിക്കറിയാം ഞാൻ. കാരണം അപ്പം അച്ഛൻ എന്നെ സമാധാനിപ്പിക്കാൻ പറഞ്ഞത്, നീ അങ്ങനെ ഇതായിപ്പോയത്, നീ കോടിയേരിയുടെ മകനായതുകൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. ബിനീഷ് ഇപ്പം ആ കേസ് മാത്രമല്ല, ഇപ്പം ബിനീഷിനെതിരെ ഉണ്ടായി, ഇപ്പം ബിനീഷ് എത്ര വയസ്സ്, 40 വയസ്സ്. ഇപ്പോൾ 2000 ഏതോ കാലത്തെ കവിയൂർ കേസിൽ പേര് കേട്ടു, ടോട്ടൽ ഫോർ യു കേസിൽ പേര് കേട്ടു, ഈ പറയുന്ന എന്താ വിമാനത്താവളത്തിൻ്റെ ഓഹരി വിൽപ്പന. അങ്ങനെ ബിനീഷിനെതിരെ ഒരു സമയത്ത് ബിനീഷില്ലാത്ത വിവാദങ്ങളില്ല, ആരോപണങ്ങളില്ല. ഞാൻ പറയുന്നത് ഈ കേരളത്തിൽ മറ്റ് CPM നേതാക്കളുണ്ട്, അവരുടെ മക്കളുണ്ട്, അവരുടെ മക്കൾക്കൊന്നും നേരെ കേൾക്കാത്ത ആരോപണങ്ങളുടെ ഒരു പെരുമഴ ബിനീഷ്. അതിലൊന്നും ബിനീഷ് കുറ്റക്കാരനായിട്ടില്ല, ഏതെങ്കിലും കേസ് പോലും വന്നു, ഒക്കെ ശരിയാണ്. എന്തുകൊണ്ടാണ് ബിനീഷിലേക്ക് മാത്രം അത് പോയിന്റ് ചെയ്ത് വന്നിട്ടുള്ളത് ആലോചിച്ചിട്ടുണ്ടോ? വേറെ ഏത് നേതാവിൻ്റെ മകനാണോ മകളാണോ ഈ പൊതുമധ്യത്തിൽ ഇടപെട്ട് നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഈ 26 വർഷത്തിൽ പറയാവുന്ന ഒരു പേര് പറയാമോ? അതുകൊണ്ടാവണം ഒരു പേര് പറയുന്നു. നിങ്ങൾ ഇത്രയും വർഷം കാണില്ല, ഈ 26 വർഷത്തിനിടയിൽ, ഈ പറയുന്ന 40 വർഷത്തിനിടയിൽ പൊതുമധ്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കളുടെ മകനോ മകളോ ഈ പറയുന്ന പി ജയരാജന്റെ മക്കളൊക്കെ ഉണ്ടാവും, ആശിഷും ഈ പറയുന്ന ജെയിനൊക്കെ ഇപ്പം നിൽക്കുന്നുണ്ടെന്നുള്ളത് ഇപ്പം ഈ പറയുന്നുള്ളത്. ഞാൻ പറഞ്ഞത് അതൊക്കെ CPM അല്ലല്ലോ. ജോസ് കെ മാണിയാണെങ്കിലും ചാണ്ടിയാണെങ്കിൽ തന്നെ ചാണ്ടിയാണ് പിന്നെ അതിനൊരു വിഭിന്നമായിട്ട് നിൽക്കുന്നത്, കുറച്ചുകൂടി NSCയിലൊക്കെ വന്നു നിന്നു എന്ന് പറയുന്നത്. മറ്റുള്ള എല്ലാ ആളുകളും പെട്ടെന്നൊരു പൊടുന്നനെ രാഷ്ട്രീയത്തിലേക്കും പൊതുജന മധ്യത്തിലേക്കും ഇറങ്ങി വന്ന ആളുകളാണ്. ഞാൻ അങ്ങനെയല്ല. ഞാൻ എൻ്റെ ബാലസംഘം തൊട്ട് നിൽക്കുന്ന ഒരാളാണ്. ഞാൻ പൂർണ്ണമായിട്ടും എല്ലാ ജനങ്ങളുടെ ഇടയിലും ഞാൻ ഏത് സമയത്തും ഇറങ്ങി എന്നുള്ള. പിന്നെ ഞാൻ നിൽക്കുന്ന എല്ലാ ലൈം ലൈറ്റുകളായിട്ടുള്ള മേഖലകളിലാണ് ഞാൻ ഇടപെട്ടത്. ഇപ്പോൾ ഞാൻ സിനിമയായാൽ എന്നെ എല്ലാവർക്കും ഫേസ് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. ക്രിക്കറ്റിൽ ഞാൻ ഇടപെട്ട് കളിക്കുകയും അല്ലെങ്കിൽ അതിനായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഇടപെട്ട് നിൽക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്നൊരു CPM നേതാവിൻ്റെ മകനെയോ മകളെയോ പറയാൻ വേണ്ടിയിട്ട് ചോദിച്ചാൽ ആദ്യം എൻ്റെ പേര് പറഞ്ഞ് ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ്, പൊതുജന മധ്യത്തിൽ ഇറങ്ങി നിൽക്കുന്നത് കൊണ്ടാണ്. അങ്ങനെ വരുമ്പോൾ നിങ്ങളൊരു കളത്തിൻ്റെ അകത്ത് കൊണ്ടുവച്ചാൽ ഒരു കരുവായിട്ട് നിർത്തിക്കഴിഞ്ഞാൽ നിങ്ങളെ എങ്ങനെ എറിഞ്ഞാലും കൊള്ളും. ഞാനൊരു തമാശ രൂപത്തിൽ മുമ്പ് പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്, മലയാളികളുടെ ഈവനിങ് സ്നാക്സ് ആയിരുന്നു ബിനീഷ് കോടിയേരി എന്നാണ്. എപ്പോഴും സംസാരിക്കാനുള്ള എന്തെങ്കിലും ഒരു ടോപ്പിക്കായിട്ട്. അല്ല ഇപ്പൊ പോൾ മുത്തൂറ്റ് വാദത്തിൽ പേര് കേട്ടു, ദുബായിലെ ഏതോ 13 കോടി തട്ടിപ്പ്, ഏതോ റഷ്യൻ സുന്ദരമുള്ള ഫോട്ടോ, എന്തൊക്കെയാണ് അന്ന് ഞാൻ ചോദിക്കുന്നത്. ഇതിലൊന്നും ഒരു കഴമ്പില്ല എന്ന് തന്നെ വെക്കൂ. പക്ഷേ ഇപ്പം 40 വയസ്സ്, കുറേ അധികം വർഷങ്ങൾ മുമ്പോട്ടാണ് ഇതൊക്കെ. അപ്പോൾ ആ സമയത്ത് കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രി, കോടിയേരി ബാലകൃഷ്ണൻ CPMന്റെ സംസ്ഥാന സെക്രട്ടറി. ഞാൻ പറയുന്നത് വഴിപിഴച്ചു പോയി ഞാൻ പറയുന്നില്ല, പക്ഷേ പ്രായത്തിൻ്റെ തിളപ്പിൽ ഒരു അപക്വത ഉണ്ടായിട്ടുണ്ടോ? ഈ പറയുന്നത് നമ്മൾ ഇടപെടുന്ന മേഖലയിൽ നമ്മളറിയാതെ തന്നെ നമ്മളറിയാത്ത ചില കൂട്ടങ്ങൾ നമ്മളിലേക്ക് വരാം. ആ കൂട്ടങ്ങളിലേക്ക് എത്തുമ്പോഴത്തേക്ക് ആ കൂട്ടങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളുടെയൊക്കെ ഉത്തരവാദിത്വം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞാൻ ഇപ്പം നമ്മുടെ ഈ പറയുന്ന ഫ്രണ്ട് സർക്കിൾ, പല ഫ്രണ്ട് സർക്കിളുണ്ടാവും. ആ ഫ്രണ്ട് സർക്കിൾ നിൽക്കുമ്പം ചില കാര്യങ്ങൾ നമ്മൾ അവരുടെ കൂടെ നിന്ന് ഈ പറയുന്ന ഇപ്പോൾ ചിലപ്പോൾ ഫോട്ടോസ് ഉണ്ടാവാം, നമ്മൾ ചിലപ്പോൾ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ അത് വെച്ചുകൊണ്ട് ഈ പറയുമ്പോഴത്തേക്ക് പറയും, ഇപ്പോൾ ഇവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ഉത്തരവാദിത്വം നമ്മളിലേക്ക് എത്തപ്പെടുന്ന രീതിയിൽ ഉണ്ടാവാം. അങ്ങനെ ഞാൻ പറയുന്നത് ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്ന പദവിയിലിരിക്കുന്ന ആളുടെ മകനാണ് ഞാൻ എന്നൊരു ബോധം ബിനീഷ് അത് ആ ചില കാര്യങ്ങളിനകത്ത് ഞാൻ സ്വയമേവ തിരുത്തപ്പെടേണ്ട കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നവീകരിക്കപ്പെടേണ്ടുന്ന ഒരു കാലഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞതാണ്. അതെനിക്ക് പറ്റിയ ചില തെറ്റുകളുണ്ട്. ആ തെറ്റുകൾ സ്വാഭാവികമായിട്ടും സമ്മതിക്കുകയും, അതാണല്ലോ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഏറ്റവും, നമുക്ക് തെറ്റുകൾ പറ്റിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയാൽ ആ തെറ്റുകളിലേക്ക്
പിന്നീട് ഒരു തെറ്റ് സംഭവിച്ചാൽ ആ തെറ്റ് റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ മനുഷ്യരായിട്ടുള്ളവർക്ക് എല്ലാവർക്കും പറ്റുള്ളൂ. ഒരേ തെറ്റ് 2 പ്രാവശ്യം തരികയാണെങ്കിൽ ഓക്കെ, ഈ പറയുന്നത് അത് തെറ്റല്ല, അത് പിന്നെ സംഭവിക്കുന്നത് നമ്മൾ മനഃപൂർവ്വം ചെയ്യുന്നതാണ് പറയും. അങ്ങനെ ഉണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും ഞാൻ മാറി നിന്നിട്ടുണ്ട്, മനഃപൂർവ്വമായിട്ട് മാറി നിന്നിട്ടുണ്ട്. അതാണ് ഞാൻ നവീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ഞാൻ അവരെയൊക്കെ തള്ളി പറയണം. പക്ഷേ എൻ്റെ ഒരു ജീവിതത്തിൽ ഞാൻ ചെയ്യാത്തത് ഇപ്പം നല്ലതിനോ ചീത്തയോ, ഇപ്പം നിങ്ങൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളുടെയും ഒരു ഭാഗമായിട്ട് വന്നിട്ടുള്ളൊരു കാര്യം അതായിരിക്കാം. ഒരു ഫ്രണ്ട്സ് ആയിട്ട് നിൽക്കുമ്പോൾ ഞാൻ ആ ഫ്രണ്ട്സിൻ്റെ അത് 100% ഞാൻ കമ്മിറ്റഡ് ആണ്. അത് ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ പ്രായത്തിൻ്റെതായിരിക്കാം. അവരെ തള്ളി പറയണം എന്ന് പറഞ്ഞാൽ പോലും ഞാൻ അത് തള്ളി പറഞ്ഞിട്ടില്ല. അത് എൻ്റെ പ്രായത്തിൻ്റെ അപക്വമായിട്ടുള്ള രീതികളായിരിക്കാം ആ സമയത്തുള്ളത്. പക്ഷേ ഞാനൊരു നല്ല ഫ്രണ്ടാണ് എന്ന് എനിക്ക് ഇപ്പോഴും ഉറപ്പിച്ച് പറയാം. ബിനോയ് ഒരുപാട് വലിയ കാശുകാരനാണ്, ഫിൽത്തി റിച്ച് ആണോ? ആരും ഞാനോ? അതിപ്പോൾ ഇ ഡി തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ എത്ര എനിക്ക് ഇതുള്ളതുള്ളത്. എൻ്റെ അക്കൗണ്ടിൽ തന്നെ ഈ പറയുന്ന പോലെ ഉണ്ടായിരുന്നത് ആകെ ഈ പറഞ്ഞ ഒരു 4 വർഷത്തെ ട്രാൻസാക്ഷൻ നോക്കിയിട്ട് 50 ലക്ഷം രൂപയാണ് ഉണ്ടായിരുന്നു. 4 വർഷത്തെ ട്രാൻസാക്ഷൻ. പക്ഷേ ഒരുപാട് ബിസിനസ് ബിനോയ് നടത്തി, ബിനീഷ് നടത്തി. ഇപ്പോൾ ട്രിവാൻഡ്രത്തെ ഫർണിച്ചർ കച്ചവടം നടത്തി, പല കച്ചവടങ്ങളും നടത്തി. ഇല്ല, അതൊക്കെ ഇതാണ് ഈ തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞത്. എനിക്ക് അങ്ങനത്തെ ഒരു ഫർണിച്ചർ കച്ചവടം ഇല്ല, അങ്ങനത്തെ ഒന്നും എനിക്കില്ല. എനിക്ക് ഉണ്ടായിരുന്ന ഒരേ ഒരു ബിസിനസ് എന്ന് പറയുന്നത് ഞാൻ ഈ പറയുന്ന പോലെ തന്നെ ഒരു റെസ്റ്റോറൻറ്റ്, ഇപ്പോഴും റെസ്റ്റോറൻറ്റ് ബിസിനസ് എനിക്കുണ്ട് എന്നുള്ളതാണ്. എൻ്റെ ഒരു ഉപജീവന മാർഗമായിട്ടുള്ളത് റെസ്റ്റോറൻറ്റ് ബിസിനസ്. ഞാനിപ്പോൾ അഡ്വക്കസിയാണ്. അത്യാവശ്യം സിനിമകളൊക്കെ ഞാനിപ്പോൾ വിരളമായിട്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ 2 ബിസിനസ് മാത്രം. അതിനിടയിൽ RP ഗ്രൂപ്പിന്റെ വൈസ് പ്രസിഡന്റായി. അത് ജോലി ചെയ്തിട്ടുണ്ട്, അത് ജോലിയാണ്, ബിസിനസ് അല്ല. അത് ജോലിയായിട്ട് ഞാൻ 4 വർഷം ചെയ്തിട്ടുണ്ട്. വലിയ ജോലിയാണ്. വലിയ ജോലിയായിരുന്നു. ബിനീഷിനത് കൊടിയേരിയുടെ മകൻ എന്നൊരു പ്രിവിലേജ് അതിൽ ഉണ്ടായിട്ടില്ലേ? സ്വാഭാവികമായിട്ടുണ്ടാവാം, സ്വാഭാവികമായിട്ടുണ്ടാവും, ഇല്ലാന്നൊന്നും ഞാൻ പറഞ്ഞില്ല, സ്വാഭാവികമായിട്ടുണ്ടാവാം. അങ്ങനെ ഒരു പ്രിവിലേജ് നിന്നുകൊണ്ട് അത് തുടരണമെന്ന് ചിന്തിച്ചപ്പോഴാണ് ഞാൻ അതിൻ്റെ നിന്ന് മാറാൻ തീരുമാനിച്ചത്. എന്ന് പറഞ്ഞാൽ ഇത് കോർപ്പറേറ്റ് ലാഡറിലെ വലിയ പദവിയാണ്. സ്വപ്നം കാണുന്ന പതിയെ പടികൾ കയറി പോകുന്ന പദവിയിൽ താങ്കൾക്ക് പെട്ടെന്ന് എത്താൻ പറ്റി. ആണ് അതൊക്കെ. അപ്പം അതിൻ്റെ അകത്ത് ഞാൻ പറയുന്നത് ഇപ്പം അതൊരു കേരള ഗവൺമെൻറ് ഓർഗനൈസേഷൻ അല്ല, അതൊരു PSC എഴുതി കിട്ടേണ്ട ഉള്ളതല്ല. അപ്പോൾ അതിൻ്റെ അകത്ത് എന്നെ ഒരു ഓഫീസ് ബോയ് ആയിട്ട് നിയമിക്കണോ, എന്നെ ഒരു മാനേജറായിട്ട് നിൽക്കണോ, വൈസ് പ്രസിഡന്റാണ് തീരുമാനിക്കേണ്ട പൂർണ്ണമായിട്ടുള്ള അധികാരം ആ ഓണറിനാണ്. കോടിയേരി ബാലകൃഷ്ണൻ എന്ന രാഷ്ട്രീയ വ്യക്തിത്വത്തോട് അദ്ദേഹത്തിന്റെ പാർട്ടി 101% നീതി കാണിച്ചു എന്ന് ബിനീഷ് നെഞ്ചിൽ കൈവച്ച് പറയുമോ മകൻ എന്ന നിലയ്ക്ക്? ഇതൊക്കെ ഒരു പൊളിറ്റിക്കലൈസ്ഡ് ആയിട്ട് ഞാനിത് പറഞ്ഞാൽ ഒരുപാട് വിവാദങ്ങളിലേക്കൊക്കെ അല്ല. അതെ, അല്ല, അങ്ങനെ ഒരു മാറിയൊരു സ്വത്വം എനിക്കില്ല. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു മകൻ എന്ന രീതിയിലുള്ള ഒരു സ്വത്വമോ പാർട്ടി എന്ന രീതിയിൽ മാറി നിൽക്കുന്ന അതല്ല, അങ്ങനെയല്ല. ഒരു കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു ആൾ എന്ന രീതിയിൽ കാണുന്നത്. ഈ പാർട്ടിയും സ്വകാര്യ ജീവിതവും രണ്ടല്ല. പാർട്ടിയും സ്വകാര്യ ജീവിതവും ഒന്ന് തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മകനെന്ന രീതിയിൽ ഞാൻ ചിന്തിച്ച് നോക്കുമ്പോൾ ഇത്തരത്തിലൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്ത് ശരിയാണോ എന്ന രീതിയിൽ നിങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ വേറെ രീതിയിലൊരു മകൻ എന്നുള്ള ആസ്പെക്റ്റിൽ മാത്രം നിന്നുകൊണ്ട് മറുപടി പറയേണ്ടി വരും. പക്ഷെ ഇപ്പോൾ എനിക്ക് ഞാൻ അങ്ങനെ മറുപടി പറഞ്ഞാൽ അത് വേറൊരു തരത്തിലേക്കാണ് വ്യാഖ്യാനിക്കപ്പെടുക. ശരി, താങ്കളുടെ പരിമിതി മനസ്സിലാക്കുമ്പോൾ തന്നെ കൊടിയേരിയുമായി ഞാൻ സംസാരിച്ചത് 3 തവണയാണ്. 2 തവണ വിശദമായി സംസാരിക്കും, 1 തവണ കാണുകയും ചെയ്തു. കഠിനമായ വിമർശനത്തെ സമയത്ത് പോലും എന്നോട് ചേർത്ത് പിടിച്ചല്ലാതെ സൗഹൃദത്തിൽ സംസാരിച്ചിട്ടില്ല. കൊടിയേരി മരിച്ചപ്പോൾ വേദനിച്ച ഒരു മനുഷ്യൻ കൂടിയാണ് ഞാൻ. അപ്പോൾ കൊടിയേരി മരിക്കുമ്പോഴത്തേക്കും കൊടിയേരിയെ ഉറപ്പായിട്ടും അവിടെ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരണം, കൊടിയേരിയുടെ തട്ടകം AKG സെൻ്ററാണ്, അവിടെ പൊതുദർശനം ഉണ്ടാവണം, തിരുവനന്തപുരത്തെ സഖാക്കൾ കാണണം, ഒരുപിടി ആദരം അർപ്പിക്കണം എന്നുള്ളത് ഇത്ര പേർ നമ്മൾ നേരിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. ബേസിക് സഖാക്കളുടെ ആഗ്രഹമാണത്. അത് നടക്കാതെ എന്താണ് ബിനീഷ് ആലോചിച്ചിട്ടുണ്ടോ? അത് ലാഷ്മി ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു വിഷമം നിരവധിയായിട്ടുള്ള സഖാക്കൾ ഇപ്പോഴും എൻ്റെ അടുത്തും പങ്കുവെക്കാറുണ്ട്. പക്ഷേ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവിൻ്റെ ജീവിതത്തിലും മരണത്തിലും പാർട്ടി എന്നുള്ളതിൽ ഒരു പ്രധാന ഘടകമാണ്. പാർട്ടിയുടെ തീരുമാനങ്ങൾ ഒരു വലിയ ഘടകം തന്നെയാണ്. അപ്പോൾ അച്ഛൻ ജീവിതകാലം മുഴുവൻ ഉണ്ടായ പാർട്ടി, അച്ഛൻ്റെ ജീവിതത്തിൽ അച്ഛൻ ഏറ്റവും കൂടുതൽ ചിലപ്പോൾ ഞങ്ങളെക്കാളും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നത് പാർട്ടിയെ ആ പാർട്ടി എടുത്തൊരു തീരുമാനത്തിന് ധിക്കരിക്കേണ്ട എന്നൊരു സംഭവം ഞങ്ങൾ തീരുമാനിച്ചത് കൊണ്ട് കൂടിയായിരിക്കാം അങ്ങനെ സംഭവിച്ചത്. പക്ഷേ ഈ പറയുന്ന പോലെ എനിക്കെല്ലാം അത്തരത്തിൽ പറയുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്. ശരിയാണ്. അത് അങ്ങനെ പറയുമ്പോൾ തന്നെ വൈ എന്നൊരു ചോദ്യം എപ്പോഴും നിൽക്കുമല്ലോ. എന്തുകൊണ്ടായിരിക്കാം അത് ശ്രമിച്ചിട്ടുണ്ടോ? അത് ഇപ്പോഴും ഈ പറയുന്ന 4 വർഷം ഇനി എത്ര കാലം കഴിഞ്ഞാലും അത് സഖാക്കൾക്കിടെ മനസ്സിലുണ്ടായിരുന്ന ഒരു വിങ്ങൽ മാറും എന്നൊന്നും പറയുന്നതിൽ അർത്ഥമില്ല. അത് ഞാൻ പറയുകയില്ല. കാരണം അത് സഖാക്കളെടുത്ത് ചെയ്യുന്ന അനീതിയായിരിക്കും. കാരണം ചില ആളുകൾ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട് ആ പറയുന്ന സമയത്തിലൊക്കെ. അപ്പം പറയുന്നതിൽ എനിക്ക് പരിമിതിയുണ്ട്. പക്ഷേങ്കിൽ അത് അങ്ങനെ സംഭവിച്ചു എന്നുള്ള. ബിനീഷ് കോടിയേരിയും കേസിൽ നിന്ന് കുറ്റമുക്തനാകുന്നുണ്ട്, നാട്ടുകാർക്ക് മുഴുവൻ അത് ബോധ്യപ്പെടുന്നുണ്ട്. അപ്പോഴും കൊടിയേരിയുടെ പാർട്ടി, ഞാൻ ബിനീഷിന്റെ പാർട്ടി എന്ന് പറയുന്നില്ല, കൊടിയേരിയുടെ പാർട്ടിക്കും ബിനീഷിന്റെ പാർട്ടിക്കും അത് ബോധ്യപ്പെടാം. പിന്നെ എത്ര ആളെടുത്തു? എന്നാൽ പിന്നെയും ആ പാർട്ടി അംഗത്വം ഒന്ന് പുതുക്കാൻ താങ്കൾക്ക് 4 തവണ ഈ പറഞ്ഞ അപേക്ഷ കൊടുക്കേണ്ടി വരികയാണ്, പിന്നെയും പിന്നാലെ നടക്കേണ്ടി വരികയാണ്, വാർത്തകൾ വരേണ്ടി വരികയാണ്, ഒരു തെരഞ്ഞെടുപ്പ് തോൽവി ഉണ്ടാവേണ്ടി വരികയാണ്. എന്തുകൊണ്ടാകാം ബിനീഷ് അതൊക്കെ? ഇപ്പം പാർട്ടി എന്ന് പറയുന്നത് നമ്മൾ കാണുന്നത് എന്താ? പാർട്ടി എന്ന് പറഞ്ഞാൽ പാർട്ടി നേതൃത്വമാണല്ലോ. അല്ലാതെ പാർട്ടി എന്ന് പറയുന്ന ആരാണ് പാർട്ടി എന്ന് ചോദിച്ചാൽ നമുക്ക് ഇപ്പോൾ എല്ലാ കാലത്തും പാർട്ടിയുടെ നേതൃത്വമാണ് പാർട്ടിയുടെ പ്രതീകങ്ങൾ എന്ന് പറയുന്നത്.
അപ്പം അത് അങ്ങത്തരത്തിലേക്കുള്ള തീരുമാനം പാർട്ടിയുടെ നേതൃത്വത്തിലേക്കുള്ള ആളുകൾ എടുത്തതിൻ്റെ ചില കാരണങ്ങളുണ്ടാവാം. ആ കാരണങ്ങൾ ഞാൻ ചോദിക്കാൻ വേണ്ടി ഞാൻ നിന്നിട്ടില്ല. കാരണം ഇനി അത്തരത്തിലേക്ക് ഞാൻ ചോദിച്ചാൽ മാത്രമേ എനിക്ക് അതിൽ മറുപടി കിട്ടുള്ളൂ. പക്ഷേ ബിനീഷ് അതിൽ പരിമിതിയുണ്ട്. ആ പരിമിതി ഇല്ലാത്ത ഒരാളുടെ ഒരു വാർത്ത ലഭിച്ചോട്ടെ നമ്മളെയോ. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ ലക്ഷ്യം വെച്ച് ഗുരുതര ആരോപണവുമായി മുൻ സംസ്ഥാന CPIM സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ വിനോദിനി ബാലകൃഷ്ണൻ രംഗത്ത് വന്നു. കേരളത്തിൽ ഒരു പ്രധാന സ്ഥാനം വഹിക്കുന്ന PB അംഗത്തിൽ നിന്ന് നേരിട്ടത് ക്രൂരമായ അവഗണനയെന്ന് പച്ചക്കുതിര മാസികയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ വിനോദിനി പറഞ്ഞു. CPM-ൽ കേട്ടുകേൾവില്ലാത്ത വളരെ പ്രധാനപ്പെട്ട വളരെ ഗുരുതരമായ ഒരു വെളിപ്പെടുത്തലാണിത്. മാത്രമല്ല CPM-ന് കോടിയേരി ബാലകൃഷ്ണൻ ആരാണെന്നുള്ള കാര്യം നമുക്കറിയാം. ഇപ്പോഴും വൈകാരികമായി തന്നെ പ്രവർത്തകർ എടുക്കുന്ന ഒരാളാണ് കോടിയേരി ബാലകൃഷ്ണൻ. അദ്ദേഹത്തിന്റെ കുടുംബത്തെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാര്യ ഉൾപ്പെടെയുള്ള ആളെ സംസ്ഥാനത്തെ ഒരു പ്രധാനപ്പെട്ട PB അംഗം തിരിഞ്ഞു നോക്കിയില്ല എന്ന ഗുരുതര വെളിപ്പെടുത്തൽ അത് ഈ ലേഖനത്തിൽ നടത്തുന്നുണ്ട്. അതിലെ ചോദ്യം ഇങ്ങനെയായിരുന്നു: കോടിയേരി വിട്ടുപോയിട്ട് 4 വർഷമാകുന്നു, നേതൃത്വത്തിന്റെ സമീപനം എങ്ങനെയായിരുന്നു എന്നുള്ളതായിരുന്നു ചോദ്യം. അതിന് വിനോദിനിയുടെ മറുപടി ആ ലേഖനത്തിൽ പറയുന്നത്: മരണവും സംസ്കാരവും കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞുപോയി. നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ നേതൃത്വത്തിൽ നിന്ന് പിന്നെ ആരും ബന്ധപ്പെട്ടിട്ടില്ല. നീ ഓക്കെ ആണോ? ഞങ്ങളൊപ്പമുണ്ട് എന്ന് പോലും പറഞ്ഞിട്ടില്ല. മാത്രമല്ല സാധാരണ പ്രവർത്തകരെ കുറിച്ചല്ല താൻ പറയുന്നതെന്നും വലിയ ചില നേതാക്കളെ കുറിച്ചാണ്. അവരൊന്നും ഇവിടെ വരികയും സംസാരിക്കുകയും ചെയ്യണമെന്നല്ല. സ്വന്തം പോക്കറ്റിലുള്ള ഫോൺ എടുത്ത് ഒന്ന് സംസാരിക്കാൻ പോലും ആർക്കും തോന്നാത്ത ഒരു കാലമായി ഇത് മാറിയോ എന്ന് വിനോദിനി ചോദിക്കുന്നുണ്ട്. കൂടാതെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടി ശുപാർശയ്ക്കൊന്നുമല്ല, പാർട്ടിയിലെ പ്രധാനപ്പെട്ട ഒരു നേതാവിനെ പലതവണ വിളിച്ചിട്ടും ഫോൺ എടുത്തില്ല, തിരിച്ചു വിളിച്ചതുമില്ല. വ്യക്തിപരമായ കാര്യം പറയാനായിരുന്നു. വിനോദിനി എന്ന് പറയുന്ന താങ്കളുടെ അമ്മയ്ക്ക് ഇതിൽ കള്ളം പറഞ്ഞ ഒരു കാര്യമില്ലല്ലോ. കള്ളം പറഞ്ഞ ഒരു കാര്യമില്ല. ഏതെങ്കിലും തരത്തിൽ ഇനി പാർട്ടിക്കകത്ത് എന്തെങ്കിലും തരത്തിൽ അതിൽ പക്ഷം പിടിക്കുന്ന ആളെയല്ല. അത് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ആ പ്രത്യേക തരത്തിലുള്ള ആ വാചകം ഉപയോഗിക്കപ്പെടേണ്ടി വന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് ഞങ്ങൾ കുടുംബം പാർട്ടി നേതൃത്വത്തെ കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്, അറിയിച്ചിട്ടുണ്ട്. കോടിയേരിയുടെ ഭാര്യയ്ക്ക് അങ്ങനെ പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് ബിനീഷ്? അല്ല, അമ്മയ്ക്ക് സ്വാഭാവികം. ഇപ്പം എല്ലാവരും വ്യത്യസ്തരായിട്ടുള്ള മനുഷ്യരല്ലേ. ഇപ്പം എനിക്ക് ഉള്ള ഒരു വൈകാരികത ആയിരിക്കില്ലല്ലോ അമ്മയ്ക്ക് ഉണ്ടാകുന്ന വൈകാരികത. അമ്മയ്ക്ക് ചില പരാതിക്ക് ഇടവരുത്താതെ നോക്കേണ്ട അതുണ്ട്. അത് മനഃപൂർവ്വമായിട്ട് തന്നെ ഉണ്ടാവണം. അത് തന്നെ. ഇപ്പം കോടിയേരി അങ്ങനെയായിരുന്നു. ഇപ്പം എന്തുകൊണ്ടാണ് ഇപ്പം അമ്മയ്ക്ക് അങ്ങനെ തോന്നാനുള്ള കാര്യം? അമ്മ കണ്ടിരുന്ന നേതൃത്വം, പാർട്ടിയുടെ നേതൃത്വം എന്ന് പറയുന്ന ആളുകളൊക്കെ തന്നെ ഈ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ മുഴുവൻ അച്ഛൻ എങ്ങനെയായിരുന്നു ഈ പറയുന്ന പോലെ മറ്റ് ഇത് മരണപ്പെട്ടു പോയ കുടുംബങ്ങളോട് അല്ലെങ്കിൽ രക്തസാക്ഷി കുടുംബങ്ങളോട് അങ്ങനെയുള്ള ആളുകളടുത്തൊക്കെ തന്നെ ബന്ധപ്പെട്ടിരുന്നത് എങ്ങനെയാണെന്ന് കണ്ടുകൊണ്ടിരുന്ന ഒരാളാണല്ലോ അച്ഛൻ്റെ കൂടെ ഉണ്ടായിരുന്ന അമ്മ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾക്കത് സംഭവിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും പാർട്ടിയുടെ നേതൃത്വമായിട്ട് നിൽക്കുന്ന ആളുകൾ അത്തരത്തിലേക്കുള്ള ഇടപെടലുകൾ നടത്തുമെന്ന് സ്വാഭാവികമായിട്ട് ചിന്തിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അങ്ങനെ വരാതിരുന്ന സമയത്ത് അങ്ങനെ വരാതിരുന്ന സാധാരണ സഖാവിന്റെ കാര്യത്തിൽ കോമ്രേഡറി എന്ന് പറയുന്നത് എന്താണ്? സാധാരണ സഖാവത്വം എന്ന് പറയുന്നത് അതാണല്ലോ. സാധാരണ സഖാവിന്റെ കാര്യത്തിൽ തന്നെ ഉണ്ടാവണം. കോടിയേരി ബാലകൃഷ്ണൻ ശരിയാണ്, സാധാരണ സഖാവാണെന്ന് പറയുമ്പോൾ തന്നെ പാർട്ടിയുടെ ദീർഘകാലം സെക്രട്ടറി ആയിരുന്ന ആളാണ്, പാർട്ടിയെ പ്രതിസന്ധി കാലത്ത് നയിച്ച ആളാണ്, പാർട്ടിയുടെ ആഭ്യന്തരമന്ത്രി ആയിരുന്ന ആളാണ്, പാർട്ടിയുടെ പ്രധാന റാങ്ക് ആൻഡ് ഫയലിൽ ഏറ്റവും പ്രധാനപ്പെട്ട പദവിയിലിരുന്ന ഒരാൾ മരിച്ചതിന് ശേഷം അങ്ങോട്ടേക്ക് ഫോൺ വിളിച്ചാൽ എടുക്കുന്നില്ലെന്ന് പറയുന്നത് കഷ്ടമല്ലേ ബിനീഷ്? ആരും പറയേണ്ടി വരുന്ന അവസ്ഥ അതെ, അതൊരു അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ വ്യാഖ്യാനിക്കാം. അത് എല്ലാവരും അങ്ങനെ ആവണം നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ലല്ലോ. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള തിരക്കുകളുണ്ടാവും, എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ടാവും. അപ്പം ഞങ്ങളെ ഇങ്ങനെ എല്ലാ ദിവസവും വിളിക്കണമെന്നൊന്നും അമ്മയും പറയുന്നില്ല. ഇപ്പോൾ വല്ലപ്പോഴും വിളിക്കുക എന്നുള്ള രീതിയിൽ തന്നെയാണ് പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ അത് ഓരോരുത്തരുടെ രീതിയല്ലേ, അവർക്ക് വിളിക്കണോ വേണ്ടെന്നൊക്കെ നമുക്ക് എങ്ങനെയാ പറഞ്ഞിട്ട് വിളിക്കണമെന്ന് പറയാൻ പറ്റുക. ഫേസ്ബുക്കിൽ കൊടിയേരി ഒന്ന് മാത്രം എന്നൊരു ഒരേ ഒരു കൊടിയേരി അതടക്കം പോസ്റ്റുകൾ ഇതിന് കാരണമാവുന്നുണ്ടോ? അല്ല, അങ്ങനെ കാരണം യഥാർത്ഥത്തിൽ ഒരു പോസ്റ്റ് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. പക്ഷെ അതൊരു പ്രത്യേക സമയത്തിടുന്ന പോസ്റ്റാണ്. അതിനെ ഏതെങ്കിലും രീതിയിൽ വ്യാഖ്യാനിക്കപ്പെട്ടേക്കാം. അങ്ങനെയൊക്കെയുള്ള പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ അതിന്റെ കാര്യത്തിൽ? അത് എനിക്കങ്ങനെ പറയാൻ പറ്റും. ഇപ്പം അപ്പുറത്ത് നിൽക്കുന്ന ഒരാൾ എന്നെ കുറിച്ചിട്ട് ഇങ്ങനെയാണ് ചിന്തിക്കുന്നതെന്നും എൻ്റെ അടുത്ത് ഇങ്ങനെയാണ് പെരുമാറുന്നതെന്നും എനിക്ക് ചിന്തിക്കാൻ അത് നമുക്ക് മനുഷ്യർക്ക് പറ്റുന്നതല്ലല്ലോ. അങ്ങനെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? നമുക്ക് സത്യസന്ധമായിട്ട് ഞാനിപ്പം ആശ്മീരിൽ സംസാരിക്കുന്നത് ബിനീഷ് കോടിയേരി ഇങ്ങനെ തന്നെയാണ്. അല്ലാണ്ട് എനിക്കൊരു വേറൊരു ബിനീഷ് കോടിയേരി ഇല്ല. അതിന് എൻ്റെ പൊതുജീവിതത്തിലും അല്ലെങ്കിൽ പൊതുമധ്യത്തിലും അത് തന്നെയാണ്. ഇപ്പം നമ്മൾ എത്ര തന്നെ തർക്കിച്ചാലും, എത്ര തന്നെ നമ്മൾ വൈരാഗ്യ ബുദ്ധിയോട് കൂടിയിട്ട് തർക്കിച്ചാലും, നമ്മൾ ഈ ഫ്ലോറിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ സുഹൃത്തുക്കളാണ്. അങ്ങനെയാണല്ലോ സ്വാഭാവികമായിട്ട് വേണ്ടത്. അത് തന്നെയാണ് എല്ലാത്തിലും വേണ്ടത്. ഇപ്പോൾ താങ്കളുടെ അമ്മാവൻ വിനയകുമാർ ആദ്യം മീറ്റർ കമ്പനി ആയിരുന്നു, അവിടെ നിന്ന് മാറുന്നു. പിന്നീട് കെൽപ്പാമിൻ MD അവിടെ നിന്ന് മാറ്റുന്നു. പിന്നീട് ഈ ട്രിവാൻഡ്രം ക്ലബ്ബിലെ ഏതോ ഒരു കേസിൽ അറസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മാതൃസ്ഥാപനമായ ഈ പറഞ്ഞ ഇലക്ട്രോണിക്സിൽ നിന്ന് അവിടെ നിന്ന് മാറ്റുന്നു. ഇത് ഇടത് സർക്കാരിൻ്റെ കാലത്താണ്. എല്ലാം യാദൃശ്യമാണ് എന്ന് ബിനീഷ് പറയുമോ?
അല്ല അതിലൊക്കെ എത്തരത്തിലേക്കാണ് കാര്യങ്ങൾ എടുത്തത് അതൊക്കെ സ്വാഭാവികമായിട്ട് ചിന്തിക്കാം. താങ്കളുടെ അമ്മാവെന്ന് പറഞ്ഞാൽ രാജു മാസ്റ്ററുടെ മകൻ കൂടിയാണ്. മകൻ കൂടിയാണ്. അതാണ് ആദ്യം പറയേണ്ടത്. ഇപ്പൊ എം വി രാജഗോപാൽ മാസ്റ്ററുടെ മകനും കൂടിയാണ് ആണല്ലോ. അതേപോലെ തന്നെ വിനോദിനി. അപ്പൊ അവരും ജനിച്ചപ്പോൾ തൊട്ട് പാർട്ടിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ആളുകളാണ്. അപ്പോൾ ചില രീതിയിലേക്കുള്ള ചിന്തകൾ അല്ലെങ്കിൽ പ്രവൃത്തികളൊക്കെ വരുമ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ട് അവർ കണ്ടിരുന്ന പാർട്ടി എങ്ങനെയാണ് അവരുടെ ജീവിതത്തിൽ ഇപ്പം എനിക്ക് ഇത്രയും വയത് ഇപ്പം അമ്മയും വിനയകുമാറും അല്ലെങ്കിൽ വിനയമാവിനൊക്കെ കണ്ടിരുന്ന പാർട്ടി എന്ന് പറയുന്നത് അവരുടെ ജീവിതകാലം മുഴുവൻ കണ്ട പാർട്ടിയാണ്. അവർ കണ്ടിരുന്ന പാർട്ടിയിൽ നിന്നും വിഭിന്നമായിട്ട് ഇങ്ങനെ സംഭവിക്കുന്നു. ഒരു പാർട്ടി കുടുംബത്തിനോട് ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ള വൈകാരികത അവർക്ക് എന്താക്കാം. ഞാൻ പറയുന്നത് ഇപ്പോൾ ട്രിവാൻഡ്രം ക്ലബ്ബിലെ കേസ് ഓക്കെ, അത് അങ്ങനെയാണ്, അങ്ങനെ പൊക്കോട്ടെ. പക്ഷെ അതിന് മുമ്പുള്ള നടപടികളും അത് കഴിഞ്ഞ നടപടികളും ഒക്കെ നമുക്ക് കാണുമ്പോഴേക്കും അതെല്ലാം ഓരോരോ സംഭവങ്ങളെ കാണാൻ സാമാന്യ ബുദ്ധിയുള്ള തോന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അല്ല, അത് വിനയമാവൻ തന്നെ പറയേണ്ട കാര്യങ്ങളാണ്. അതിനുശേഷം സംഭവിച്ച കാര്യങ്ങളൊക്കെ തന്നെ മോശപ്പെട്ട രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ, അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളത്. അത് എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളതും ഡിപ്പാർട്ട്മെൻറ്റൽ കാര്യങ്ങളൊന്നും എനിക്ക് പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല. പക്ഷേ അതിൽ പല കാര്യങ്ങളും യാദൃശ്ചികമായിട്ട് സംഭവിക്കുന്നതല്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാനും കാണുന്നത്. ആ കേസിൽ കഥയുണ്ടായിരുന്നു. വിനയമാവൻ ആ സ്ഥലത്തുമില്ല. വിനയമാവൻ ആ ട്രിവാൻഡ്രം ക്ലബ്ബിലെ മെമ്പറാണ്. എത്രയോ വർഷമായിട്ട് അദ്ദേഹം അവിടെ നിൽക്കുന്നുണ്ട്. അദ്ദേഹം അവിടെ പോകുന്നു എന്നുള്ളേ ഉള്ളൂ. അപ്പോൾ അവിടെ അന്ന് വേറെ ഏതൊരു സംവിധാനമായിട്ട് അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പോൾ അദ്ദേഹം അവിടെ പോകുന്നതുകൊണ്ട് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എന്നെ ഇപ്പോൾ പെടുത്തുന്ന കേസുകളൊക്കെ ഉണ്ടല്ലോ, എന്നെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന നിരവധിയായ കേസുകൾ ഞാൻ പറഞ്ഞ പോലെ സ്നാക്സ് ആയിട്ട് എടുത്ത് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്ന സ്നാക്സ് ആയിട്ട് കഴിക്കാൻ പറ്റുന്ന കുറേ കേസുകൾ. ആ കേസുകളൊക്കെ തന്നെ ഇത്തരത്തിലേക്കുള്ള ഒരു എന്താ പറയുക, ഒരു കളത്തിൻ്റെ അകത്ത് നമ്മൾ നിർത്തുന്നത്. ഈ പറയുന്ന സ്ഥലത്ത് ഒരു സംഭവം നടക്കുന്നു. ആ സംഭവം നടക്കുന്ന സമയത്ത് എവിടെയാണ് വിനയകുമാർ ട്രിവാൻഡ്രം ക്ലബ്ബിലുണ്ട്, ബിനീഷ് കോടിയേരി ആ സ്ഥലത്ത് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ബിനീഷ് കോടിയേരി അതിൻ്റെ ഭാഗമാണ്. നിങ്ങളുടെ സർക്കാർ ഭരിക്കുന്ന സമയത്ത് തന്നെയാണ് ഈ പറയുന്ന പാർട്ടി കുടുംബത്തിൽപ്പെട്ട MLA-യുടെ പ്രധാനപ്പെട്ട നേതാവിൻ്റെ മകന് ആ ദുരനുഭവം നേരിടേണ്ടി വരുന്നത്. അല്ലാതെ കോൺഗ്രസ് ഭരിക്കുമ്പോഴല്ല. അല്ല, അത് വ്യക്തിപരമായിട്ട് വിനയമാവും തന്നെ വ്യക്തമാക്കേണ്ട കാര്യങ്ങളാണ്. ബിനീഷിനൊപ്പം ആ കേസിന്റെ സമയത്ത് ബിനീഷിനെ പൂർണ്ണമായി തള്ളി പറഞ്ഞു പാർട്ടി. ആരാണ്? തങ്ങളുടെ പിതാവടക്കം. വ്യക്തിപരമായിട്ടാവില്ല, പാർട്ടി സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് ബിനീഷിന്റെ കേസ് നോക്കിക്കോട്ടെ, കുറ്റം തൂക്കിക്കൊന്നോട്ടെ എന്നടക്കം കടത്ത് പറഞ്ഞു. പാർട്ടി ആ സമീപനം സ്വീകരിച്ചു. 100% ഒരു കൈപ്പാടകല മാത്രം ബിനീഷിനെ നിർത്തി ബിനീഷിന്റെ കേസ് തന്നെ കൈകാര്യം ചെയ്തു. അത് കഴിഞ്ഞ് മറ്റൊരു കേസുണ്ടായി. അത് പിണറായി വിജയൻ്റെ മകൾക്ക് എതിരെ കേസാണ്. ആ കേസിൽ പാർട്ടി സെക്രട്ടറി ഒരു പ്രസ്താവന ഇറക്കി. ആ കേസിൽ പാർട്ടി അംഗങ്ങൾ തെരുവിൽ സമരമായി. ആ കൂട്ടത്തിൽ താങ്കളും ഉണ്ടായിരുന്നു. ഇപ്പോഴും ജാമ്യം കിട്ടാതെ കുറേയധികം പാവങ്ങൾ ജയിലിനകത്ത് കിടക്കുകയാണ്. രണ്ട് നീതിയാണത്. അല്ല, അത് ഒരു ഘട്ടത്തിൽ പാർട്ടി എടുത്ത രണ്ട് സമീപനങ്ങളായിട്ട് മാത്രം കാണുന്നുള്ളൂ. ഇപ്പൊ അച്ഛൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തു. കോടിയേരിയുടെ വ്യക്തിപരമായ തീരുമാനമല്ല, പാർട്ടിയുടെ തീരുമാനമാണ്. അതെ, പാർട്ടിയുടെ തീരുമാനം കോടിയേരി എടുത്തു എന്നുള്ളതാണല്ലോ. പാർട്ടിയുടെ തീരുമാനം എടുത്തു. അതല്ല, കോടിയേരിയുടെ വ്യക്തിപരമായിട്ടുള്ള തീരുമാനം കൂടി അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. അന്ന് ബിനീഷ് കോടിയേരി പാർട്ടി സെക്രട്ടറിയുടെ മകനാണ്. ഇന്ന് പ്രതിപക്ഷ നേതാവിന്റെ മകൾക്കെതിരെ ആ കേസിൽ പ്രതിരോധം തീർക്കുകയാണെങ്കിൽ അന്ന് പാർട്ടി സെക്രട്ടറിയുടെ മകനെതിരെയുള്ള കേസിൽ പ്രതിരോധം തീർക്കണം. കാരണം എന്താണ്? അത് കോടിയേരിയുടെ മകനായതുകൊണ്ടാണ് കേസ് എന്നാണല്ലോ ന്യായമായും പാർട്ടി വിലയിരുത്തേണ്ടത്. ഉണ്ടായില്ല. അതെ, ഉണ്ടായില്ല എന്നുള്ളത് അങ്ങനെ എനിക്ക് ഒരു സംരക്ഷണം കിട്ടിയില്ല, ഇപ്പം എനിക്ക് ഒരു നീതി നൽകിയില്ല എന്നുള്ളത് കൊണ്ട് ഇപ്പം മറ്റൊരാൾക്ക് അതേ ഒരു അവസ്ഥ വരുമ്പോൾ അങ്ങനെയുള്ള ആൾക്കും അതേ അവസ്ഥ വരണമെന്ന് ഞാൻ ചിന്തിക്കാൻ പാടില്ല എന്നാണ് എൻ്റെ പക്ഷം. ഒറ്റ പ്രതികരണം. ഞാൻ വളരെ സന്തോഷത്തോടെയാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. കാരണം ഞങ്ങൾ 3 സുഹൃത്തുക്കളായ 3 മക്കൾ ഒരുമിച്ച് ഇന്ന് എറണാകുളം ഹൈക്കോടതിയിൽ ഒരു ഓഫീസ് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഒന്ന് CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ ആണ്, നിങ്ങൾക്കറിയാം, ബിനീഷ് കോടിയേരി. ഇന്ന് ഇവിടെ പങ്കെടുക്കാമെന്ന് ഞാനുമായി സംസാരിച്ചത്, പക്ഷേ അദ്ദേഹം ഇന്ന് ആലപ്പുഴ പ്രോഗ്രാമാണ് അദ്ദേഹം ഇവിടെ എത്താത്തത്. രണ്ടാമതുള്ള ഒരാൾ നമ്മുടെ നീനു എന്ന് പറയുന്നത് നമ്മുടെ പഴയ ഇലക്ഷൻ കമ്മീഷണറുടെ മകനാണ്. അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്, ഈ ഉദ്ഘാടനത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. മൂന്നാമതുള്ളത് എൻ്റെ മകനാണ് ഷോൺ ജോർജ്. അങ്ങനെ ബിനീഷ് കോടിയേരി, ഷോൺ ജോർജ്, നീനു, ഇങ്ങനെ ഈ 3 നിങ്ങളുടെ വക്കീലാഫീസിൽ ഉദ്ഘാടനത്തിലായിരുന്നു അത്. മാത്രമല്ല ഷോണുമായിട്ടുള്ള സൗഹൃദം താങ്കൾ തുറന്നു പറഞ്ഞിട്ടുണ്ട്, ഷോണും പറഞ്ഞിട്ടുണ്ട്, അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഷോൺ പക്ഷേ മറ്റ് രാഷ്ട്രീയ പാർട്ടിയിലാണ്, BJP-യുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണെന്ന് മാത്രമല്ല ഈ പിണറായി വിജയൻ മകൾക്കെതിരായ കേസിന്റെ പ്രധാനപ്പെട്ട പരാതിക്കാരനുമാണ്. അപ്പോൾ അങ്ങനെ ആ പരാതിക്കാരൻ ഇപ്പോഴും സ്റ്റിൽ സുഹൃത്താണ് എന്ന് പറയുമോ ബിനീഷ്? അതാണ് നിങ്ങൾ ഈ വ്യക്തിപരമായിട്ടുള്ള ബന്ധവും രാഷ്ട്രീയപരമായിട്ടുള്ള ഐഡിയോളജിക്കൽ ഡ്രിഫ്റ്റും നമ്മൾ കൂട്ടിക്കുഴക്കരുത്. ഞാൻ ഇപ്പോഴും പറയുന്നു, ഈ പറയുന്ന കേസുമായി ബന്ധപ്പെട്ട് പൂർണ്ണമായിട്ടും ഷോൺ എടുക്കുന്ന നിലപാടിനെതിരായിട്ടുള്ള സ്റ്റാൻഡാണ് എൻ്റെത്. ആ എതിരായിട്ടുള്ള സ്റ്റാൻഡാണ് എന്ന് ഞാൻ പൊതുമധ്യത്തിൽ കാണിക്കാൻ എനിക്ക് പറ്റിയിട്ടുള്ള അവസരം എന്നുള്ളത് ആ ED റെയ്ഡ് നടന്നപ്പോൾ ആദ്യം ആ ED റെയ്ഡിനെതിരായിട്ട് പ്രതിഷേധിക്കുന്നു എന്ന് പറഞ്ഞ് അവിടെ പോയി നിന്നൊരാൾ ഞാനാണ്. അതോടൊപ്പം തന്നെ വ്യക്തിപരമായിട്ടുള്ള സംസാരങ്ങൾക്കിടയിലും നമ്മൾ പല രാഷ്ട്രീയം സംസാരിക്കുന്നുണ്ടെങ്കിലും പൂർണ്ണമായിട്ട് അവൻ്റെ രാഷ്ട്രീയത്തെ എതിർത്ത് നിൽക്കുന്ന ഒരാളാണ് ഞാൻ. അല്ല, അത് ശരിയാണ്. എന്ന് പറയുമ്പോൾ പോലും ഇത് വക്കീൽ, ഇപ്പോൾ ഷോൺ ഈ നടത്തുന്നത് ഷോൺ വക്കീൽ, അഭിഭാഷകൻ എന്ന നിലയ്ക്ക് കൂടിയുള്ള നിയമപരമായ പോരാട്ടം കൂടിയാണല്ലോ. ഉറപ്പായും ഓഫ് കോഴ്സ് രാഷ്ട്രീയം അതിനകത്തുണ്ട്.
ഷോൺ BJP-യിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ പിണറായി വിജയന്റെ മകൾക്കെതിരായ പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട് ഷോൺ. അപ്പോൾ ഇത് ഷോണും താങ്കളും ആത്മാർത്ഥ സുഹൃത്തുക്കളാണെന്നിരിക്കെ പിണറായി വിജയന്റെ മകൾക്കെതിരായ കേസിന്റെ കാര്യങ്ങളൊന്നും ബിനീഷ് അറിയില്ല എന്നാണെങ്കിൽ തന്നെയും ആൾക്കാർ വിശ്വസിക്കുമോ അത്? അല്ല, അതെനിക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പം എൻ്റെ പല കാര്യങ്ങളും ഞാൻ ഇങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ട് എന്നെ വിശ്വസിക്കുന്നുണ്ടോ? താങ്കളുടെ എൻഗേജ്മെന്റിൽ പങ്കെടുത്ത ഒരു മാധ്യമപ്രവർത്തകൻ പറയുന്നത് ആ എൻഗേജ്മെന്റിന്റെ ആ ദിവസം തന്നെ കല്യാണം നടത്തി. അതൊരു പ്രഹേളികയാണ്, എന്തുകൊണ്ടാണെന്ന് അറിയില്ല. അത് പറയാൻ താല്പര്യമുണ്ട്. എന്താണ് സംഭവിച്ചത്? ഇതൊക്കെ വെറുതെ ഇപ്പോൾ ബിനോയുടെ കല്യാണം നടത്തിയ സമയത്ത് ഇടയ്ക്ക് പാർട്ടിക്ക് അത് കുറച്ചൊരു ആഡംബര കല്യാണമായി പോയി എന്നൊരു പാർട്ടി ഒരു വിമർശനം ഉണ്ടായി. അപ്പോൾ അച്ഛൻ അതിന് ശരിക്കും പറഞ്ഞ ഒരു വിഷമം. സാധാരണ രീതിയിൽ നമ്മുടെ നാട്ടിലാണ് കല്യാണത്തിന് അതേപോലെ തന്നെ നടത്തിയ തലേ ദിവസം ആളുകളൊക്കെ വിളിച്ച് നല്ല രീതിയിൽ ഭക്ഷണം കൊടുക്കും, അത്രയും ഉണ്ടായിട്ടുള്ളൂ. വേറെ ആഡംബരമൊന്നും അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് നമുക്ക് കാണാൻ പറ്റിയില്ല. പക്ഷേ അത് മറ്റുള്ളവർ കാണുമ്പോൾ അങ്ങനെ എല്ലായിരുന്നു എന്ന് തോന്നി. ഓക്കെ, അത് ഇരിക്കട്ടെ. അപ്പോൾ അങ്ങനെ ഇരുന്ന സമയത്ത് ഈ പറയുന്ന പോലെ ഞാൻ ദുബായിൽ നിന്നൊക്കെ വരുന്ന കല്യാണത്തിൻ്റെ തലേ ദിവസമാണ് എൻ്റെ അടുത്ത് പോലും പറയുന്നുള്ളൂ. തലേന്നല്ല, 3 ദിവസം മുമ്പ് ഞാൻ വന്നു കഴിഞ്ഞ് വന്ന ദിവസം ആണ് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ്? അപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പോൾ ഞാൻ ചോദിച്ചു അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ ഡ്രസ്സൊക്കെ ഈ പറയുന്ന എൻഗേജ്മെൻറ്റിൻ്റെ ഡ്രസ്സൊക്കെ എടുത്തിട്ടാണ് ദുബായിൽ നിന്ന് വരുന്നത്. അതൊക്കെ ഒന്നും ഇടില്ല, മുണ്ടും ഇതിട്ട് കല്യാണത്തിൽ ഡ്രസ്സിലായിട്ടാണ് പോയത്. അപ്പോൾ എന്താണ്? അപ്പോൾ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു ഇതിപ്പം 2 രീതിയിൽ നടത്താം. ഈ പറയുന്ന പോലെ തന്നെ ജനുവരിയിലാണ്, അത് നമ്മൾ ഓഗസ്റ്റിലാണ് എൻഗേജ്മെൻറ്റ്, ജനുവരിയിലേക്ക് കല്യാണം എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ നടത്താം. ഇപ്പോൾ തന്നെ നടത്തി കഴിഞ്ഞാൽ അത് ഈ രീതിയിൽ വലിയ ചിലവൊന്നും ഇല്ലാതെ അപ്പോൾ പെണ്ണ് വീട്ടുകാർക്കും വേറെ പ്രശ്നമില്ല, നടത്തി തീർക്കാം. എന്താ അത് ആരോ ഉപദേശിച്ച് കൊടുത്തതെന്നുള്ളത് എനിക്കിപ്പോഴും അറിയില്ല എന്നുള്ള സാധനം. അപ്പോൾ എനിക്ക് വലിയ പ്രതിഷേധം ഉണ്ടായി. അമ്മ ഈ പറയുന്ന പോലെ തന്നെ പ്രതിഷേധം, ബിനോയ് അതൊക്കെ പറഞ്ഞു. അപ്പോൾ അവസാനം ഇതെല്ലാവരും കൂടി നമ്മൾ 4 പേരിരുന്ന് സംസാരിച്ച സമയത്ത് അത് അങ്ങനെ തന്നെ നടക്കട്ടെന്നുണ്ട്. ഇപ്പോൾ ഇതെല്ലാം ഉണ്ടെങ്കിലും പെണ്ണ് വീട്ടുകാർ സമ്മതിക്കണമല്ലോ. പെണ്ണ് വീട്ടുകാരെടുത്തും അത് സംസാരിച്ചു. അവർക്കതിൽ വലിയ പ്രതിഷേധം, അവർക്കത് വലിയ ആ കുടുംബത്തിലെ ആൾക്കാരടുത്തൊന്നും അറിയിക്കാൻ പറ്റാതെ വലിയ സ്വാഭാവികമായിട്ടുണ്ടാവില്ല. അപ്പോൾ അച്ഛൻ തന്നെ അവരുടെ അടുത്ത് സംസാരിച്ചു. അച്ഛൻ പിന്നീട് നേരെ പിണറായി സാറിൻ്റെ അടുത്ത് പറഞ്ഞു. പിണറായി സാറൻ ചോദിച്ചു അത് വേണമെന്ന് ചോദിച്ചു, അങ്ങനെ ഉണ്ടോയെന്ന് ചോദിച്ചു. പിന്നെ അത് അങ്ങനെ നടത്താൻ തീരുമാനിച്ചു. അങ്ങനെ പാർട്ടിക്കകത്ത് എനിക്ക് തോന്നുന്നു പിണറായി സാറിന് മാത്രമേ അത് അറിയാമായിരുന്നുള്ളൂ എന്നാണ് എനിക്ക്. വേറെ ആ കേസ് എന്ന് വെച്ചാൽ ഈ പറയുന്ന പോലെ ഈ പറയുന്നത് നിങ്ങൾ നേരത്തെ പറഞ്ഞ പോൾ മുത്തൂറ്റ് വധക്കേസ് ആയിട്ട് ബന്ധപ്പെട്ട് അന്നത്തെ ഈ ആളുകൾ പ്രചരിക്കുന്നത്, ഞാൻ പുലർച്ചയ്ക്ക് പോയി പോൾ മുത്തൂറ്റിനെ കൊന്ന് തലേദിന് ശേഷം നേരെ വന്ന് കല്യാണം ഈ പറയുന്ന പോലെ അതെ അങ്ങനെ അല്ല അന്ന് എനിക്ക് ഓംപ്രകാശിനെ ഈ പറയുന്ന പോലെ നേരിട്ട് പരിചയം. ഇതൊക്കെ അതിനുശേഷം ഇവർ അതിനൊക്കെ എത്രയോ വർഷങ്ങൾക്ക് ശേഷം ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് കാര്യങ്ങൾ ഈ സംസാരിച്ചിട്ടൊക്കെ. അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ ഇപ്പം നമുക്ക് അങ്ങോട്ട് സംസാരിച്ച് ചിരിക്കാനേ പറ്റുള്ളൂ. ബിനീഷിന്റെ വാദങ്ങൾ പൂർത്തിയാവുന്നു. ഇനി മറുവാദങ്ങളുടെ സമയം. അഡ്വക്കേറ്റ് വസന്ത് സിറിയക്, വെൽക്കം. സി വസന്ത്. വസന്ത് സിറിയക്, ബിനീഷ് കോടിയേരിയെ കോൺഗ്രസും ലീഗും ഒക്കെ നന്നായി ആക്രമിച്ചിട്ടുണ്ട്. അത് ആ കേസിന്റെ സമയത്താണ്. ആ കേസ് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ മാരകമായ ഒരു കേസായിരുന്നു, നിന്ദ്യമായ കേസായിരുന്നു. ED കേസ് പൂർണ്ണമായി തീർന്നു വെച്ചാൽ ഇല്ലായിരിക്കാം. പക്ഷേ നിന്ദ്യമായ ഒരു കേസിന്റെ പുകമറയിൽ നിന്നും ബിനീഷ് കോടിയേരി പൂർണ്ണമായി മുക്തനായി നിൽക്കുകയാണ്. അദ്ദേഹം ആർജവത്തോടെ പറയുകയാണ്, മാത്രം പറയുന്നു എൻ്റെ പോയകാല ജീവിതത്തിൽ ചില പിഴവുകൾ സംഭവിച്ചിട്ടുണ്ടെന്നും ഞാൻ തിരുത്താൻ തയ്യാറായെന്നും ഞാൻ നവീകരിക്കുന്ന മനുഷ്യനാണെന്നും പറയാണ്. എന്താണ് ചോദ്യം ബിനീഷിനോട്? അല്ല, CPM-ൽ നമ്മളിപ്പോൾ അടുത്ത കാലത്ത് കാണത്തില്ലാത്തൊരു സ്വഭാവമാണത്. ഇത് തെറ്റുപറ്റിയെന്ന് പറയുകയും അത് തിരുത്താൻ തയ്യാറാവുകയും ചെയ്യുന്നത്. അതിൽ ഞാൻ ആ കോമ്രേഡിനെ അഭിനന്ദിക്കുകയാണ്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ഞങ്ങളുടെ ഈ കാഞ്ഞിരപ്പള്ളി ഭാഗത്തൊക്കെ ചില കല്യാണങ്ങൾക്ക് ഒരു പന്തിയിൽ നല്ല ഇറച്ചിയും മീനും വിഭവങ്ങളും വിളമ്പുകയും മറ്റൊരു പന്തിയിൽ ഈ ബൊഫെ വെച്ചിട്ട് കുറച്ച് 4, 3, 7 കൂട്ടം കറി മാത്രം കൊടുക്കുകയും ചെയ്യുന്ന പരിപാടിയുണ്ട്. അതുപോലെയാണോ CPM-ൽ ബിനീഷ് കോടിയേരി നേരിടുന്ന പ്രശ്നം എന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം 2020 പ്രിയപ്പെട്ട ബിനീഷിൻ്റെ കേസുണ്ടാകുമ്പോൾ പിണറായി വിജയൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ആ അറസ്റ്റ് അവരുടെ കയ്യിൽ, അതായത് അന്വേഷണ ഏജൻസിയുടെ കയ്യിൽ തെളിവുള്ളത് അതുകൊണ്ടായിരിക്കുമല്ലോ അവർ അന്വേഷണം മുമ്പോട്ട് കൊണ്ടുവന്നത്. അത് ആ കുടുംബം നേരിടട്ടെ എന്ന് പറഞ്ഞ അതേ പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും 2024 വീണയുടെ കേസുണ്ടാകുമ്പോൾ അവൈലബിൾ സെക്രട്ടേറിയറ്റ് വിളിക്കുകയാണ്. അവൈലബിൾ സെക്രട്ടേറിയറ്റ് വിളിച്ച് പാർട്ടി സെക്രട്ടറി നേരിട്ട് വന്ന് മാധ്യമങ്ങളെ കണ്ട് ന്യായീകരിക്കുകയാണ്. ഇത് പാർട്ടിക്കെതിരായിട്ടുള്ള കേസാണ്, ഈ കേസ് പിണറായി വിജയൻ സഖാവിനെ നേരിട്ട് ആക്രമിക്കാനുള്ള കേസാണ് എന്ന് പറയുകയാണ്. അപ്പോൾ ബിനീഷ് കോടിയേരിയുടെ കേസുണ്ടാകുമ്പോൾ അന്വേഷണ ഏജൻസിയുടെ കയ്യിൽ, ഏത് അന്വേഷണ ഏജൻസി? സംഘ് പരിവാർ നിയന്ത്രിക്കുന്നുവെന്ന് CPM അവകാശപ്പെടുന്ന, കേന്ദ്രം ഈ ഡെർട്ടി പൊളിറ്റിക്സ് കളിക്കുന്നുവെന്ന് CPM ഇപ്പോൾ പറയുന്ന ആ അന്വേഷണ ഏജൻസി തന്നെയാണ് ബിനീഷിന്റെ കേസിലുള്ളത്. അപ്പോഴും CPM തന്നെ പറയാറ്? അല്ലല്ല, പിണറായി വിജയന്റെ സ്റ്റേറ്റ്മെന്റ് അതല്ല. അന്വേഷണ ഏജൻസികളുടെ കയ്യിൽ തെളിവുള്ളത് കൊണ്ടായിരിക്കുമല്ലോ അവർ അറസ്റ്റ് ചെയ്തത്. അത് ആ കുടുംബം നോക്കട്ടെ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ കാര്യത്തിൽ ബിനീഷിനെ ഒറ്റപ്പെടുത്തുകയും അല്ലെങ്കിൽ ബിനീഷ് കോടിയേരി ഒറ്റയ്ക്ക് നേരിടട്ടെ എന്ന് പറഞ്ഞ പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കും പുത്രി വാത്സല്യത്താൽ അന്ധനായോ അങ്ങ് എന്ന് 2024 അവൈലബിൾ സെക്രട്ടേറിയറ്റ് വിളിക്കുമ്പോൾ ചോദിക്കാൻ ഒരിക്കലെങ്കിലും ബിനീഷ് കോടിയേരിൻ്റെ അന്തരംഗം സൈലൻ്റ്ലി എങ്കിലും ചോദിച്ചിട്ടുണ്ടോ പിണറായി വിജയനോട്, പുത്രി വാത്സല്യത്താൽ അങ്ങും അന്ധനായോ ധൃതരാഷ്ട്രേ എന്ന്? അല്ല, അത് ബിനീഷ് മറുപടി പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ
അന്ന് എൻ്റെ ഒപ്പം പാർട്ടി നിന്നില്ല. ഇപ്പൊ പാർട്ടി നിൽക്കുന്നുണ്ട്. ഞാൻ പാർട്ടിക്കാരനാണ്, അതുകൊണ്ട് ഞാൻ പാർട്ടിക്കൊപ്പം നിൽക്കുന്നു. ഞാൻ അതുകൊണ്ട് ഇഡിക്ക് മുന്നിൽ എന്താണ് സമരഭൂമിയിൽ ഒന്നാമനായി നിൽക്കുന്നു എന്ന് പാർട്ടിക്കാരനെ പോലെ മറുപടി പറയുന്നുണ്ട്. അല്ല, അദ്ദേഹം വേറൊരു ഉത്തരം കൂടി പറഞ്ഞു, ഞാൻ അവിടെ നിന്ന് കേൾക്കുകയായിരുന്നു. അതായത് ബിനീഷ് കോടിയേരി അല്ലാതെ മറ്റേതെങ്കിലും മക്കൾ SFIയിലൂടെ ബാലസംഘത്തിലൂടെ കടന്നു വന്നവരുണ്ടോ എന്ന്. അപ്പോൾ ഞാൻ ഹാഷ്മിയുടെ അടക്കം ചർച്ചയിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്, SFIയുടെ 5 രൂപ മെമ്പർഷിപ്പ് ഇല്ലാത്ത ആളാണ് ആര്, പിണറായി വിജയൻ്റെ മകൾ വീണ വിജയൻ. ആ വീണ വിജയനെ അല്ലെങ്കിൽ വീണ തേക്കണ്ടിയെ ന്യായീകരിക്കേണ്ട എന്ത് ബാധ്യതയാണ് CPMനുള്ളത്? ബിനീഷ്, അതൊരു പ്രശ്നമാണ് എന്ന് പറഞ്ഞാൽ താങ്കൾ എത്ര പരിമിതിക്കുള്ളിൽ സംസാരിക്കുമ്പോഴും എത്ര ന്യായീകരിക്കാൻ നോക്കിയാലും അതൊരു ചോദ്യചിഹ്നമായി നിൽക്കുന്നുള്ളൂ. ചോദ്യചിഹ്നമാണത് ബിനീഷ്. ഞങ്ങളുടേതൊരു കേഡർ പാർട്ടി സിസ്റ്റമാണ്. അതെ, പ്രിയപ്പെട്ട വസന്ത് പറയുന്നത് പോലെ അത്രയും ഓപ്പണപ്പായിട്ട് അവരെ ജനാധിപത്യം കൂടുതൽ പൂത്തുലഞ്ഞു നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. ഞാനത് മോശപ്പെട്ട രീതിയിൽ പറയുന്നതല്ല, അത് അവരുടെ പാർട്ടിയിൽ അത് നല്ലത് എന്നുള്ള രീതി തന്നെയാണ്. അതങ്ങനെയാണല്ലോ നമ്മൾ പറയുന്നത്. ഓരോ പാർട്ടിയെ സംബന്ധിച്ചിട്ടും അവരുടെ രീതിയാണല്ലോ നമ്മൾ പറയുന്നത്. ഇപ്പം എന്നെ സംബന്ധിച്ചിട്ട് കേഡർ പാർട്ടി സിസ്റ്റത്തിൽ നിൽക്കുമ്പോൾ ഇത്തരത്തിലുള്ള മറുപടികൾ പറയുന്നതിന് സ്വാഭാവികമായിട്ടും നമുക്ക് ചില പരിമിതികളുണ്ട്. അപ്പോൾ നമ്മളോട് ചോദിക്കും, നിങ്ങളിങ്ങനെ അതൊക്കെ അടിമകളായിട്ട് നിൽക്കുകയാണോ? നിങ്ങൾക്ക് അപ്പം ഞങ്ങൾ അടിമകളായിട്ട് നിൽക്കുകയല്ല. ഞങ്ങളുടെ പറയാൻ പറ്റുന്ന എവിടെയാണ്? ഞങ്ങൾക്ക് പറയാൻ പറ്റുന്നത് ഞങ്ങളുടെ കമ്മിറ്റിക്കകത്താണ്. അപ്പോൾ കമ്മിറ്റിക്കകത്ത് നിങ്ങൾക്ക് അത് പറയാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദിച്ചത്. അതെ, കമ്മിറ്റിക്കകത്ത് ഞങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ട്. അത് ഈ വിഷയത്തെ സംബന്ധിച്ചിട്ട് മാത്രമല്ല. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, ഇപ്പോൾ CPMന്റെ വെബ്സൈറ്റിൻ്റെ അകത്ത് കൃത്യമായിട്ട് ഞങ്ങളുടെ ഈ പറയുന്ന തെരഞ്ഞെടുപ്പിൻ്റെ തോൽവിക്ക് കാരണക്കാർ 1, 2, 3, 4, 5, 6 എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. അതിൽ 16ാമത്തെ പോയിന്റ് നിങ്ങളൊന്ന് എടുത്ത് വായിച്ചു നോക്കണം. നിങ്ങളെല്ലാവരും പറഞ്ഞിരുന്ന ഇങ്ങനെ ഒരു രീതിയിലേക്കും ഒരു വ്യക്തിപരമായിട്ടുള്ള ആരെക്കുറിച്ചും പറയാൻ ധൈര്യം കാണിക്കാത്ത പാർട്ടിയാണ് CPM എന്ന് പറഞ്ഞ പാർട്ടി. അത് കൃത്യമായിട്ട് ആ പോയിന്റ് പേര് പറഞ്ഞ് പാർട്ടി വേറെ വഴിക്ക് പോയി എന്ന് പറഞ്ഞാൽ പാർട്ടി ഒരു വഴിക്ക് സർക്കാർ ഒരു വഴിക്ക് പോയി എന്ന് ആരാണ് പറയുന്നത്? ആരോപണമല്ല. കേന്ദ്ര കമ്മിറ്റി അവരുടെ കമ്മ്യൂണിക്കയിൽ ആർക്കും വായിക്കാവുന്ന രീതിയിൽ 20 പേജുള്ള ഒരു കമ്മ്യൂണിക്കേ ഇട്ടിരിക്കുകയാണത്. ഷാർപ്പ് ഭാഷയാണത്. അല്ല, ആ റിസർച്ച് റിപ്പോർട്ടിൽ മറ്റൊരു ചോദ്യമുണ്ട് ബിനീഷ്. അത് പാർട്ടിയിൽ നിന്ന് അകന്നു നിൽക്കുന്നവരോ പാർട്ടി പുറത്താക്കിയവരോ പാർട്ടിയുമായി മാനസിക അടുപ്പമില്ലാത്തവരെയോ തിരിച്ചെത്തിക്കാൻ പാർട്ടി സഖാക്കൾ മുന്നിട്ടിറങ്ങിയിട്ടുണ്ടോ എന്നൊരു ചോദ്യം അതിലുണ്ട്. അപ്പോൾ ആ ചോദ്യം പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞ് 3 മാസത്തോളം പിണറായി വിജയൻ്റെ എന്തോ ഒരു പ്രത്യേക ഇടപെടൽ എന്ന കണക്കിന് അവതരിപ്പിക്കുന്നോടം വരെ പാർട്ടിക്ക് വെളിയിൽ ഞാൻ ചോദിച്ച അങ്ങേക്ക് കമ്മിറ്റിക്ക് പറയണമെങ്കിൽ കമ്മിറ്റിയിൽ അങ്ങ് വിളിക്കപ്പെടണമല്ലോ, അങ്ങ് ആ കമ്മിറ്റിയിൽ ഉണ്ടാവണമല്ലോ. ആ കമ്മിറ്റിയിൽ നിന്നേ അങ്ങേ മാറ്റി നിർത്തിയത് നീതികേടാണ് എന്ന് ഞാൻ പറഞ്ഞാൽ അങ്ങ് അംഗീകരിക്കുമല്ലോ? ഇത്തരത്തിലുള്ള ചോദ്യം നമ്മൾ തമ്മിൽ ഇപ്പോൾ സംസാരിക്കുമ്പോഴത്തേക്ക് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ മറ്റു പാർട്ടിക്കാർക്ക് ഉന്നയിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ആ വിഷയത്തെ എത്തിച്ചിട്ടുണ്ടെന്നുള്ള സത്യമാണ്. പക്ഷേ എൻ്റെ പാർട്ടിക്കകത്ത് ഇത് ഞാൻ നോക്കുമ്പോൾ അതൊരു നീതികേടായിട്ട് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. പാർട്ടിയുടേതായിട്ടുള്ള ചില പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഈ പാർട്ടി മെമ്പർഷിപ്പ് തരുന്നതിനെ സംബന്ധിച്ചിട്ടും ഒരു പാർട്ടി ഇന്ന് പോയി കഴിഞ്ഞാൽ നാളെ തന്നെ മെമ്പർഷിപ്പ് തരുന്ന രീതിയല്ല ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ചിട്ട്. ആ പ്രൊസീജിയർ പൂർത്തീകരിക്കാനെടുത്ത സമയമായിരിക്കും എന്ന് തന്നെയാണ് അല്ല ഈ പറയുന്ന ഇതും കൂടെ പറഞ്ഞോട്ടെ. ഈ അതിനുശേഷം നടത്തിയ കമ്മിറ്റികൾക്കകത്ത് ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ആ കമ്മിറ്റി പങ്കെടുത്തിട്ടുണ്ട്. ഇപ്പം അതിനുശേഷം എന്നിട്ട് കമ്മിറ്റികൾ നടന്നിട്ടുണ്ട്. ഈ പറയുന്ന പോലെ 3-4 വർഷം. ഒരു സംശയം, വീണ വിജയൻ പാർട്ടി മെമ്പറാണോ അല്ലയോ? അല്ല, വീണ പാർട്ടി മെമ്പർ അല്ല എന്നുള്ളതാണ് എൻ്റെ ബോധ്യം. എന്തുകൊണ്ടായിരിക്കും അവർക്ക് മെമ്പർഷിപ്പ് എടുക്കണമെന്ന് തോന്നാത്തത്? അങ്ങ് വളരെ ആവശ്യത്തോടു കൂടി അവർക്കെതിരായിട്ടുള്ള പ്രശ്നത്തിൽ അങ്ങ് അവിടെ പോയി ഇടപെടുകയാണ്. ഇത് ED റെയ്ഡിൻ്റെ അകത്ത് ഇത് ശരിയല്ല എന്ന് അങ്ങ് പറയുകയാണ്. അങ്ങേക്ക് ഇത് എന്തിൻ്റെ കേടാണെന്ന് പലരും പാർട്ടി സഖാക്കൾ പോലും ചോദിക്കുന്നതും കമൻറ്റ് ചെയ്യുന്നതും ഞങ്ങൾ ആ കമൻറ്റ് പോയി ഞാൻ നോക്കുമ്പോൾ അത് കട്ട പാർട്ടി സഖാവാണ്. അപ്പോൾ കോടിയേരി ബാലകൃഷ്ണനോട് കാണിച്ച നീതികേട്, ഇപ്പോൾ VS അച്യുതാനന്ദൻ്റെ മരണത്തിന് ശേഷം ആലപ്പുഴ വരെ വന്ന യാത്ര നമ്മൾ കണ്ടതാണ്, അദ്ദേഹത്തിൻ്റെ മൃതശരീരം വഹിച്ചുകൊണ്ട്. എന്നാൽ കോടിയേരി ബാലകൃഷ്ണന് മരണത്തിന് ശേഷം പോലും നീതി കിട്ടിയില്ല എന്നൊരു അഭിപ്രായം പാർട്ടിക്കുള്ളിൽ തന്നെയുണ്ട്. കാരണം അന്ന് വൈകിട്ട് ഏറ്റവും ഉറ്റ സുഹൃത്തുക്കൾ എന്ന് നമ്മൾ കണ്ടിരുന്ന പിണറായി വിജയൻ നേരെ അമേരിക്കയ്ക്ക് പോവുകയാണ്. ഇത് കോടിയേരിയുടെ അങ്ങേ ഒരുപക്ഷെ വൈകാരികമായി വിഷമിപ്പിച്ചേക്കാം എൻ്റെ ചോദ്യം. കോടിയേരി ബാലകൃഷ്ണൻ്റെ ചിത പൂർത്തിയാവുന്നതിന് മുമ്പ്, കത്തിയെരിയുന്നതിന് മുമ്പ്, ആ പുക അവിടെ നിന്ന് മറയുന്നതിന് മുമ്പ് പിണറായി വിജയൻ പെട്ടെന്ന് തൻ്റെ ഒരു സ്വകാര്യത്തിന് വേണ്ടി ചികിത്സ ആവശ്യമാണല്ലോ, 1 ദിവസമോ 2 ദിവസമൊക്കെ ലാഗ് ചെയ്യാം, ടിക്കറ്റ് എടുത്തത് റീടിക്കറ്റ് എടുക്കാനും വലിയ പ്രയാസമൊന്നുമില്ല. പക്ഷേ പിണറായി വിജയൻ്റെ ആ തിടുക്കം ഈ കോടിയേരി ബാലകൃഷ്ണന് ആവശ്യമായ അല്ലെങ്കിൽ അർഹമായ ഒരു യാത്രയപ്പ് കൊടുക്കണ്ട എന്നൊരു വാശി അതിനകത്ത് ഉണ്ടായിരുന്നോ എന്ന് എനിക്ക് തോന്നുകയാണ്. അതാണ് കാരണമെങ്കിൽ കഷ്ടമാണ് ബിനീഷ്. അല്ല, അങ്ങനെയൊന്നും ഞാൻ ചിന്തിക്കാറില്ല. കാരണം എനിക്കറിയില്ല, പക്ഷെ അതാണ് കാരണമെങ്കിൽ അത് അനീതിയാണ്. അങ്ങനെയൊന്നും ചിന്തിക്കുന്നത് ശരിയല്ലല്ലോ. ഇപ്പോൾ പിണറായി സാഹിബിന് അച്ഛനോടുള്ള ബന്ധമൊക്കെ എത്ര കാലങ്ങളായിട്ട് ഞങ്ങൾക്കറിയാവുന്ന, പിണറായി സാഹിബ് എത്ര മാത്രം അച്ഛനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതെന്നൊക്കെ. പക്ഷേ ഇപ്പോൾ വസന്ത് പറഞ്ഞ പോലെ പൊതുമധ്യത്തിൽ അത്തരത്തിലേക്കുള്ള ചർച്ചകൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ആ ഈ പറയുന്ന പോലെ തന്നെ അച്ഛൻ്റെ ഈ പറഞ്ഞ ഭൗതിക ശരീരവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. 2020 ജൂലൈ മാസമാണ് പിണറായി വിജയൻ ഗവൺമെൻറ്റിനെതിരായി ഏറ്റവും വലിയ ആരോപണം വരുന്നത്. ഈ നമ്മുടെ ഡിപ്ലോമാറ്റിക് ബാഗേജിൽ സ്വർണം കടത്തി എന്ന് പറഞ്ഞുകൊണ്ട് അതിനോടനുബന്ധിച്ച് ലാവലിൻ്റെ കേസുമൊക്കെ ആ സമയത്ത് പൊങ്ങി വരുന്നുണ്ട്.
2020 ജൂലൈ ആണെന്ന് ഓർക്കണം. അങ്ങ് മറക്കില്ല ആ 2020 നവംബറിലാണ് അങ്ങ് അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. ഒക്ടോബർ ഒക്ടോബറിൽ. അതിനുശേഷം 2020 നവംബറിൽ കോടിയേരി ബാലകൃഷ്ണൻ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെക്കുകയാണ് അങ്ങയുടെ കേസിൻ്റെ പുറത്ത്. അപ്പോൾ ഈ ജൂലൈയിലുണ്ടായ പിണറായി വിജയൻ്റെ കേസ് അല്ലെങ്കിൽ ഈ ഗോൾഡ് സ്മഗ്ലിംഗ് കേസ് മുങ്ങിപ്പോയിട്ടുണ്ടോ? ഞാൻ പല ചർച്ചയിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്, പാമ്പ് ചത്താൽ വാർത്ത പരുന്ത് ചാകുന്നോടം വരെയാണ്. അപ്പോൾ പാമ്പ് ചത്തൊരു വാർത്തയെ മായ്ക്കാൻ വേണ്ടി പരുന്തിനെ തല്ലിക്കൊന്നതാണ് എന്ന് സംശയിച്ചാൽ നമുക്ക് കുറ്റം പറയാൻ പറ്റുമോ? 1. 2, അതുമായി ബന്ധപ്പെട്ട് തന്നെ ഈ ഗോൾഡ് സ്മഗ്ലിംഗ് കേസിൽ അത് പ്രധാനപ്പെട്ടൊരു കേസാണ്. പ്രത്യേകിച്ച് അതിൻ്റെ മാനം രാജ്യദ്രോഹമാണ്. അങ്ങയുടേത് ഡേർട്ടി ബിസിനസ് എന്ന് നമ്മൾ പറയുമ്പോഴും ഒരു പരിധി, ഒരു പടിക്ക് മുകളിൽ ഈ രാജ്യദ്രോഹ കുറ്റമാണ് ഗോൾഡ് സ്മഗ്ലിംഗ്. അതിൽ മാറി നിൽക്കണ്ട എന്ന് പിണറായി വിജയൻ തീരുമാനിക്കുമ്പോൾ, അതിൽ മാറി നിൽക്കാൻ പിണറായി വിജയനോട് പാർട്ടി ആവശ്യപ്പെടാത്തപ്പോൾ എന്തിനാണ് കോടിയേരി ബാലകൃഷ്ണന് മാത്രം ഒരു ധാർമ്മികത? പിണറായി വിജയനില്ലാത്ത എന്ത് ധാർമ്മിക ബോധമാണ്, ധാർമ്മിക ഉത്തരവാദിത്തമാണ് സഖാവ് കോടിയേരിക്ക് ഉണ്ടായിരുന്നത് എന്ന് അങ്ങേക്ക് തോന്നിയിട്ടില്ലേ? അല്ല, അത് പലപ്പോഴും ഓരോ രാഷ്ട്രീയ നേതാവും അവരവരുടേതായിട്ടുള്ള രാഷ്ട്രീയ ജീവിതത്തിൽ എടുക്കുന്ന നിലപാടുകളാണ്. കോടിയേരി ആ നിലപാടെടുത്തു. മറ്റേയാൾ എന്തുകൊണ്ട് ആ നിലപാട് എടുത്തില്ല എന്ന് പറയേണ്ടത് അത് ഞാൻ പറയേണ്ടതല്ലല്ലോ. അല്ല ബിനീഷ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് ധാർമ്മികത എന്ന് പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ. അതിന് വ്യക്തിപരമായ രീതിയിലില്ല. അതിൽ കോടിയേരി പാലിക്കുകയും പിണറായിക്ക് പാലിക്കേണ്ടതായിട്ട് വരുന്ന അവസ്ഥ എന്താണ്? അല്ലേ, ആ ബെഞ്ച് മാർക്കിൽ കോടിയേരിയുടെ തട്ടാണ് പിണറായിക്കാട്ടിലും മുകളിലെന്ന് അംഗീകരിക്കേണ്ടതായി വരും. അതങ്ങനെ തന്നെയാണ്. അതൊക്കെ ഇപ്പൊ എനിക്ക് അതൊക്കെ കേൾക്കുമ്പോൾ കുറച്ചുകൂടി ഒരു ഈ പറയുന്ന പോലെ സന്തോഷമൊക്കെ കിട്ടും എന്നുള്ളതല്ല. അങ്ങനെയല്ലല്ലോ നമ്മൾ ചിന്തിക്കേണ്ടത്, അങ്ങനെയല്ലല്ലോ നമ്മൾ പറയേണ്ടത്. അതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തനം എന്ന രീതിയിൽ ഞാൻ ഇപ്പോഴും പറയുന്നു, അത് പാർട്ടിയുടെ അകത്തേക്ക് പിണറായി സഖാവിനെ ആക്രമിക്കാൻ വേണ്ടി ഈ കേസ് ഉപയോഗിക്കപ്പെടും എന്ന് തന്നെയാണ് പാർട്ടി എടുത്ത നിലപാട്. അതിനുശേഷം നടത്തിയ നിരവധിയായിട്ടുള്ള പത്രസമ്മേളനങ്ങളുണ്ട്. ഇപ്പം ഗോവിന്ദ മാഷ് നടത്തിയ നിരവധി, അപ്പം അതിലേക്ക് ഗോവിന്ദ മാഷ് എന്താ പറഞ്ഞത്, അത് വീണ സ്വന്തം ഈ പറയുന്ന പോലെ സ്വന്തമായിട്ട് നേരിട്ട് കൊള്ളണമെന്ന് എല്ലാ പാർട്ടി നേതാക്കളും എന്ന് പറയുന്നത് ഈ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. ഒരു പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം വഹിക്കുന്ന പവിത്രത എന്താണെന്ന് ബിനീഷ് നന്നായി അറിയാം. ആ AK ബാലൻ ഇറങ്ങി ഇന്ന് ഈ എക്സാലോജി കമ്പനിക്ക് വേണ്ടി അതിന്റെ PR പോലെ വാദിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. ബിനീഷ്, ഫോർ വാട്ട്? അത് കാണുന്നത് എക്സാലോജി കമ്പനിക്ക് വേണ്ടി ബാധിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ കാണുന്നത്. അല്ല അതെ കാണുന്നത്. പക്ഷേ ഞങ്ങൾ കാണുന്നത് എക്സാലോജിക് എന്ന് പറയുന്ന പിണറായി സഖാവിൻ്റെ കുടുംബാംഗത്തിൻ്റെ ആ കമ്പനിയെ ബന്ധപ്പെടുത്തി പിണറായി സഖാവിലേക്ക് കേസ് തിരിക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വമായ ശ്രമം നടത്തുന്നുണ്ട് എന്നുള്ള കൃത്യമായ ബോധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ബാലേട്ടൻ അത് പറഞ്ഞത്. അല്ലാതെ ബാലേട്ടൻ ഈ പറയുന്ന ബാലേട്ടൻ എക്സാലോജിക്കിൻ്റെ ആയിട്ട് വാദിക്കേണ്ട കാര്യം എന്താ ഉള്ളത്? അതെ, അതിൻ്റെ എന്തുകൊണ്ട് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അങ്ങനെ വാദിക്കേണ്ടി വന്ന കാര്യം എന്നാൽ ഈ കേസ് ഡയറക്റ്റ് ആയിട്ട് പിണറായി സാവിനിലേക്ക് എത്തിക്കുന്നു. അല്ല ബിനീഷ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ബിനീഷ് സമരമുഖത്തേക്ക് ഇറങ്ങേണ്ടി വരും തോന്നുന്നു. കാര്യം അതായത് ഇപ്പോൾ EDയുടെ ഒരു മൊഴി പുറത്തേക്ക് വരുന്നുണ്ട്. അതായത് കർത്തയുടെ മൊഴിയാണ്. കർത്ത പറയുന്നത് ഏതെങ്കിലും തരത്തിലുള്ള സേവനം കിട്ടിയിട്ടല്ല പണം കൊടുത്തത്. ഈ പറയുന്ന വീണ തൈക്കണ്ടിക്ക് പണം കൊടുക്കാനുള്ള കാരണം അത് പിണറായി വിജയൻ അന്നത്തെ മുഖ്യമന്ത്രിയുടെ മകൾ എന്ന നിലയ്ക്ക് മാത്രമാണെന്ന കർത്തയുടെ മൊഴി പുറത്തേക്ക് വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും സമരത്തിനിറങ്ങേണ്ടി വരും തോന്നുന്നു. അതൊക്കെ ഈ പറയുന്ന കോടതിയിലുള്ള കാര്യങ്ങളല്ലേ, അതൊക്കെ കോടതിയിൽ വരട്ടെ. അതൊക്കെ നമുക്ക് കോടതിയിൽ ഞാനൊരു ഫാക്ട് പറയാം. ഞാൻ ഈ പറഞ്ഞ ഗോൾഡ് സ്മഗ്ലിംഗ് കേസ് അല്ലെങ്കിൽ ആ ഒരു കേസുമായി ബന്ധപ്പെട്ട് NIA കേന്ദ്ര ഏജൻസി ഇത് അങ്ങേ വേട്ടയാടിയ എന്ന് അങ്ങ് അവകാശപ്പെടുന്നത്, ഞാനങ്ങനെ പറയില്ല. പൂർണ്ണമായും അങ്ങ് സംശയത്തിൻ്റെ നിഴലിൽ നിന്ന് മാറാത്തിടത്തോളം എനിക്കത് പറയാൻ പറ്റില്ല. പക്ഷേ അങ്ങേ വേട്ടയാടിയെന്ന് അങ്ങ് അവകാശപ്പെടുന്ന, അങ്ങ് മാത്രം അവകാശപ്പെടുന്ന പാർട്ടിയല്ല, ആ അതേ ഏജൻസി പിണറായി വിജയൻ്റെ ഓഫീസിലേക്ക് ഒരിക്കൽ പോലും അന്വേഷണവുമായി ബന്ധപ്പെട്ടെത്താൻ ശ്രമിച്ചിട്ടില്ല, എത്തിയിട്ടുമില്ല. പക്ഷേ അങ്ങേ അറസ്റ്റ് ചെയ്യുന്നു, അങ്ങയുടെ വീട്ടിലേക്ക് എത്തുന്നു, അങ്ങയുടെ ജ്യേഷ്ഠൻ്റെ കേസുമായി ബന്ധപ്പെട്ട് അങ്ങയുടെ വീട് അടച്ചിട്ട് റെയ്ഡ് ചെയ്യുന്നു, ക്വസ്റ്റ്യൻ ചെയ്യുന്നു. ആ സമയത്ത് കാണാത്തൊരു വൈകാരിക രോക്ഷം നിങ്ങളുടെ പാർട്ടി പ്രവർത്തകർക്ക് പിണറായി വിജയൻ്റെ കാര്യത്തിലുണ്ടാകുന്നു. രണ്ടാമത്, പിണറായി വിജയൻ മാറിയാൽ ആര് എന്ന അടുത്ത ചോദ്യത്തിന് ഒരു ഉത്തരമേ ആ പാർട്ടിക്കകത്ത് അന്നുണ്ടായിരുന്നുള്ളൂ, അത് കോടിയേരി ബാലകൃഷ്ണനാണ്. അപ്പം ഞാൻ ഈ പറഞ്ഞ ഈ ഡിപ്ലോമാറ്റിക് ബാഗേജ് കേസിൻ്റെ അകത്ത് പിണറായി വിജയൻ രാജിവെക്കേണ്ടി വന്നിരുന്നെങ്കിൽ സ്വാഭാവികമായും നാച്ചുറൽ ചോയ്സ് കോടിയേരി ബാലകൃഷ്ണനാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി അടുത്തതായി വരേണ്ടത്. അപ്പോൾ 2 മാസത്തിനപ്പുറത്ത് പെട്ടെന്നൊരു കേസ് ബിനീഷിനെതിരെ ഉണ്ടാവുന്നു. പിണറായിയുടെ അടുത്തേക്ക് എത്താത്ത കേന്ദ്ര ഏജൻസി ബിനീഷിൻ്റെ അടുത്തേക്ക് എത്തുന്നു, ബിനീഷ് അറസ്റ്റ് ചെയ്യപ്പെടുന്നു. അതിന് പിന്നിൽ അങ്ങനെ ഒരു ഗൂഢാലോചന സിദ്ധാന്തം ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്കത് അംഗീകരിക്കേണ്ടത്. ബിനീഷ് ഡീൽ ഉണ്ട്, അങ്ങനെ ഉണ്ടോ? അല്ല ബിനീഷ് വാക്കുകളുടെ സേഫ് ഗെയിം വിടന്ന് പറയുന്നങ്ങോട്ട് തുറന്നങ്ങോട്ട് പറ. എനിക്ക് വസന്ത് ഇത് പറയുമ്പോൾ എനിക്കിത് കേൾക്കുമ്പോൾ ഒക്കെ കുറച്ച് സന്തോഷമൊക്കെ തോന്നുമെങ്കിലും ഞാൻ അങ്ങനെയല്ലല്ലോ ഞാനതൊന്ന് പറയേണ്ടത്. വസ്തു പറയുന്നത് പോലെ കോടിയേരി ബാലകൃഷ്ണൻ ഏതെങ്കിലും കാലത്ത് ഒരു മുഖ്യമന്ത്രി ആവാതിരിക്കാനുള്ള ഒരു
ഒരു മുഴം മുമ്പേ എറിഞ്ഞ വടിയാണ് താങ്കളുടെ കേസ് എന്നാലോചനയുണ്ടോ? അങ്ങനെയൊന്നും ഞാൻ ചിന്തിക്കത്തില്ല. അതൊന്നും ഞാൻ ഇപ്പം കോൺസ്പിറസിയാണ്. ഞാൻ അങ്ങനെയൊന്നും ചിന്തിക്കുന്നില്ല. ഇപ്പം ഞാൻ ഒരു കാര്യം ആദ്യമേ പറഞ്ഞു, തുടക്കത്തിൽ തന്നെ പറഞ്ഞു, ആ കേസ് ഗൂഢാലോചനയാണെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. നർക്കോട്ടിക് കേസ് എന്നുള്ളത് ഇഡി കേസല്ല. ഇഡി കേസ് പൊളിറ്റിക്കലൈസ്ഡ് ആണെന്നുള്ളത് എനിക്ക് ബോധ്യപ്പെട്ടതാണ്. ആ കേസിൽ നിന്ന് ഞാൻ ഇത് നിൽക്കുന്നതാണ്. നർക്കോട്ടിക് കേസിൽ നിന്ന് പൂർണ്ണമായിട്ടും നിൽക്കുന്നതാണ്. പക്ഷേ നർക്കോട്ടിക് കേസ് ഞാനിപ്പോൾ കോടതിയിൽ ആ കേസ് അവരുടെ കേസ് കോടതിയിൽ നിൽക്കുന്നതുകൊണ്ട് ഞാൻ എൻ്റെ പൂർണ്ണ അർത്ഥത്തിൽ അത് പറയാൻ പറ്റില്ല. ആ കേസ് പൂർണ്ണമായിട്ടും അത് പാർട്ടിക്കകത്ത് അതൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അത് ഉറപ്പിച്ച് ഞാൻ പറയുന്നു, അത് ഉണ്ടാക്കിയെടുത്ത കേസാണ്. അതൊരു ഫാബ്രിക്കേറ്റഡ് കേസാണ്. ഒരുപക്ഷെ കോടിയേരി ബാലകൃഷ്ണൻ്റെ ഇളയ മകൻ പിണറായി വിജയൻ്റെ മകളെ പോലെ പാർട്ടി മെമ്പർഷിപ്പ് എടുക്കാതെ, SFIക്ക് വേണ്ടി സംസാരിക്കാതെ, കൊടി പിടിക്കാതെ, മെമ്പർഷിപ്പ് എടുക്കാതെ, എന്നെപ്പോലുള്ള കോൺഗ്രസ്സുകാരുമായി വഴക്കുണ്ടാക്കാതെ, ഫേസ്ബുക്കിൽ പോലും അങ്ങ് പാർട്ടിക്ക് വേണ്ടി സംസാരിക്കുന്നത് അതിതീക്ഷ്ണമായാണ്, തീവ്രമായാണ്. എനിക്ക് അതിൻ്റെ എതിരഭിപ്രായമുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഇതൊന്നും വേണ്ട എന്ന് വെച്ചിട്ട് അങ്ങ് പിണറായി വിജയൻ്റെ മകളെ പോലെ അങ്ങയുടെ കരിയർ, അതായത് അഭിനയിക്കാനുള്ള അങ്ങയുടെ പരിജ്ഞാനം അല്ലെങ്കിൽ ക്രിക്കറ്റ് മേഖല ഇതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷേ ഈ വിവാദങ്ങളൊന്നും ഇല്ലാതെ കോടിയേരി ബാലകൃഷ്ണന് ഐ എം പ്രൗഡ് ഓഫ് മൈ സൺ എന്ന രീതിയിൽ വളരെ സേഫ് ആൻഡ് സെക്യൂറായ ഒരു ജീവിതം നയിച്ച് മുമ്പോട്ട് പോകാൻ അങ്ങേക്ക് സാധിക്കുമായിരുന്നില്ലേ? അതിനെപ്പറ്റി അങ്ങ് ചിന്തിച്ചിട്ടുണ്ടോ ഇപ്പോൾ ഈ വീണയുടെ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ? ഇപ്പോൾ അത് എൻ്റെ ജീവിതത്തിൽ എന്ത് തീരുമാനമെടുക്കാനുള്ള സ്വാതന്ത്ര്യം അച്ഛൻ എനിക്ക് തന്നിട്ടുണ്ട്, ബിനോയ്ക്ക് തന്നിട്ടുണ്ട്. ഞാൻ പൂർണ്ണമായിട്ടും പാർട്ടിയായിട്ട് വിധേയപ്പെട്ട് പാർട്ടിയുടെ ഭാഗമായിട്ട് സഞ്ചരിക്കാനാണ് തീരുമാനിച്ചത്. ബിനോയ് കുറച്ചുകൂടി ഒരു ബിസിനസ് ആംഗിളിലേക്ക് ജീവിതം മാറിപ്പോവാനാണ് അവൻ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പം ഇതേ ചോദ്യം ഇത്തരത്തിലുള്ള ഇതിൻ്റെ ഒരു മറ്റൊരു രീതിയിലേക്കുള്ളൊരു ചോദ്യം വസന്ത് ചോദിച്ചതുപോലെ ഒരു മാധ്യമപ്രവർത്തകൻ അച്ഛൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പം എല്ലാ കേസുകളിലും നിങ്ങളുടെ മകൻ ഇങ്ങനെ പോയിട്ട് പെടുകയല്ലേ, നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഈ പറയുന്ന പോലെ അങ്ങനെ നിങ്ങൾക്കൊരു നിയന്ത്രിക്കാനൊക്കെ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ എന്നുള്ള ചോദിച്ചപ്പോഴത്തേക്ക് അച്ഛൻ പറഞ്ഞു, 18 വയസ്സ് കഴിഞ്ഞ ഒരു പ്രായപൂർത്തിയായ ഒരാളെ സ്വന്തമായിട്ട് നിയന്ത്രിച്ച് നിർത്തുന്നതിൽ എനിക്ക് പരിമിതിയുണ്ട്. അപ്പം മാധ്യമപ്രവർത്തനം തിരിച്ചു ചോദിച്ചു, പക്ഷേ ഇതൊക്കെ ബാധിക്കുന്നത് നിങ്ങളല്ലേ? അപ്പോൾ അച്ഛൻ പറഞ്ഞ ചോദ്യം തിരിച്ചു ചോദിച്ചത് അത് ചിന്തിക്കേണ്ടത് അവരാണ്, എന്ന് വെച്ചാൽ അത് ചിന്തിക്കേണ്ടത് ഞങ്ങളാണ്. ഇപ്പോൾ അങ്ങനെ ചിന്തിച്ച കാര്യങ്ങൾക്കകത്ത് മുന്നോട്ട് പോകുമ്പോൾ അങ്ങനെ നിയന്ത്രിക്കും. നിങ്ങൾ സ്വയമേവ കാര്യങ്ങൾ ഏറ്റെടുക്കാനും നിങ്ങൾ സ്വയമേവ നവീകരിക്കപ്പെടാനും തെറ്റ് കണ്ടാൽ അത് തെറ്റാണെന്ന് പറയാനും തെറ്റ് കണ്ടാൽ അത് തിരുത്തപ്പെടാനും നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും പഠിച്ചോളണമെന്ന് ഞങ്ങളടുത്ത് പറയാതെ പറഞ്ഞ കാര്യങ്ങളാണ്. അത് എത്ര പേർക്ക് പറയാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളത് ആ അർത്ഥത്തിൽ കോടിയേരിക്ക് ഇപ്പോൾ ഞാനത് പറയുന്നതിൽ സ്വന്തം അഭിമാനത്തോടുകൂടി അച്ഛനും പറയാൻ പറ്റും. അച്ഛൻ്റെ മക്കൾക്ക് പ്രൗഡായിട്ട് തന്നെ പറയാൻ പറ്റും. ഒരു പ്രശ്നത്തിൻ്റെ അകത്തും ഞങ്ങൾ ആരുടെയും സഹായം തേടി പോയിട്ടില്ല. ഒരു പ്രശ്നത്തിൻ്റെ അകത്തും ആരുടെയും പോയിട്ട് കാൽക്കല്ല് വീണിട്ട് ഞങ്ങൾ രക്ഷിക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ഫൈറ്റ് ചെയ്ത് ഞങ്ങൾ അതിൻ്റെ മുന്നിൽ നിന്ന് മുന്നോട്ട് തന്നെ പോകാനാണ്. ആരും ഹെൽപ്പ് ചെയ്തിട്ടില്ലെന്ന് മാത്രമല്ല വേണം തള്ളി പറഞ്ഞതിലുണ്ട്. ബിനീഷ്, ഇപ്പോൾ AN ഷംസീർ കഴിഞ്ഞ ദിവസം ഒരു പൊതുവേദിയിൽ തുറന്നു പറയുകയാണ്. എന്ന് പറഞ്ഞാൽ എജ്ജാതി തോൽവി എന്നാണ് ഷംസീർ തന്നെ പറയുന്നത്. നിങ്ങളുടെ നാട്ടിലെ പ്രയോഗം തോന്നുന്നു. അത് എണ്ണി പറയുന്നുണ്ട്. ഇവിടെ വെള്ളാപ്പള്ളി നടേശനെ ചേർത്ത് പിടിച്ച പ്രശ്നമുണ്ടായി. അയ്യപ്പ സംഗമം നമ്മുടെ പരിപാടിയായിരുന്നില്ല. ഈ തളിപ്പറമ്പിലും പയ്യന്നൂരിലും അടക്കം സ്ഥാനാർത്ഥി നിർണ്ണയം പാളി. ബിനീഷ്, ഇതിനു മുമ്പ് ഞാനടക്കം മാധ്യമപ്രവർത്തകർ പറഞ്ഞുകൊണ്ടിരുന്നതാന്നേ. അന്ന് ബിനീഷ് അടക്കമുള്ളവർ എന്നെ മാപ്രാന്നും മറ്റവരൊന്നും ഇടതുവിരുദ്ധ വിദ്രോഹ സഖ്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. ഇപ്പോൾ CPMൻ്റെ വെബ്സൈറ്റിലിട്ട് ആ പറയുന്ന ഓരോന്നും 1 by 1 ഇതിന് മുൻകാലത്ത് ഒരുപാട് പേര് പറഞ്ഞതാണ്. അപ്പോഴൊന്നും കേൾക്കാതെ ചരിത്രപരമായ തോൽവിയിലേക്ക് പോയതിനു ശേഷം അവരൊക്കെ പറഞ്ഞാണ് ശരി എന്നൊരു രേഖ എഴുതിയിട്ട് എങ്ങനെ ശരിയാവുക? അല്ല, ഞങ്ങൾക്ക് ഇപ്പം കോൺഗ്രസിൻ്റെ ഒരു തിരഞ്ഞെടുപ്പ് വിജയവും തോൽവിയും ഈ പറയുന്ന പോലെ തന്നെ ചർച്ച ചെയ്യപ്പെടാൻ അവർക്ക് അവരുടേതായ രീതിയാണുള്ളത്. BJPക്ക് അവരുടെ രീതിയാണുള്ളത്. ഞങ്ങളുടെ രീതി എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള 4, 5, 6 തവണയുള്ള ചർച്ചകൾക്ക് ശേഷം ക്രോഡീകരിക്കപ്പെട്ട ചർച്ചകളുടെ എല്ലാത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന പോലെ ഞങ്ങൾ എന്താണോ ചർച്ച ചെയ്ത് തീരുമാനിച്ചിരിക്കുന്നത് എന്ന് പൊതുമധ്യത്തിൽ പറയാണ്. വേറെ ഏതെങ്കിലും ഒരു പാർട്ടി ഞങ്ങൾക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട്, വേറെ ഒരു പാർട്ടിയും തെറ്റ് പറ്റാത്ത പാർട്ടികളൊന്നും ഈ സമൂഹത്തിലില്ലല്ലോ. ഏത് പാർട്ടിയാണ് ഞങ്ങൾക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട്, ഞങ്ങൾ തിരുത്താൻ തയ്യാറാണ്. നിങ്ങൾ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുന്നു, കേന്ദ്ര കമ്മിറ്റി കൂടുന്നു, പോളിറ്റ് ബ്യൂറോ കൂടുന്നു. ഇതിനെല്ലാം ശേഷം നിങ്ങൾ കാരണങ്ങളെല്ലാം കണ്ടെത്തി. പക്ഷേ കാരണഭൂതനാരാണെന്ന് നിങ്ങൾ പറയണ്ടേ? ഹൂ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദിസ് ലോസ്റ്റ്? കേരള ചരിത്രത്തിൽ CPMന് ഇത്രയും വലിയ സീറ്റ് ലോസ് ഉണ്ടായിട്ടില്ല. അതായത് 2001 നിങ്ങൾ 23 എത്തുന്നത്, ഇപ്പോൾ 26 ഉണ്ട്. പക്ഷേ നമ്പർ കുറഞ്ഞു വന്നു, 64 നിന്നാണ് ഇത് 26 ആവുന്നത്. അങ്ങനെ നോക്കുമ്പോൾ കേരള ചരിത്രത്തിൽ CPMന് ഏറ്റവും കൂടുതൽ നഷ്ടങ്ങൾ, തോൽവികൾ CPMന് വ്യക്തിപരമായി LDFനെ മാറ്റി നിർത്തും ഉണ്ടായത് ഈ തവണയാണ്. എന്നിട്ട് ആ കാരണങ്ങളെല്ലാം നിങ്ങൾ എണ്ണി പറയുന്നുണ്ട്. ഒന്ന് ഈ പറയുന്ന SNDP യോഗം ജനറൽ സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട കേസ്, 2 ശബരിമല കേസ്. ആ ശബരിമല ഗോൾഡ് കേസിൽ അവിടുത്തെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന, ജില്ലാ കമ്മിറ്റി മെമ്പറായിരുന്ന പത്മകുമാറിനെ
കേസ് ചാർജ് ഷീറ്റ് വരട്ടെ എന്നിട്ട് പറയാം എന്ന് പറഞ്ഞിരുന്നവർ അങ്ങയുടെ കാര്യത്തിൽ ആ നിലപാട് സ്വീകരിച്ചില്ല. അതവിടെ നിൽക്കട്ടെ. ഇനി ശബരിമല കേസ് പറയുന്നു, ഇതെല്ലാം പറയുന്നു, ഇതിനെല്ലാം പിന്നിലുണ്ടായി ജനങ്ങളുമായി ബന്ധം നഷ്ടപ്പെട്ടതാണ് എന്ന് പറയുന്നു. ജനങ്ങളുമായി ബന്ധം നഷ്ടപ്പെട്ടത് എങ്ങനെയാണെന്ന് അങ്ങേക്ക് അറിയാമല്ലോ. 60 കാർ, 6 കാറും നടുക്കൊരു ബോറ് കാറും പോലെയായിരുന്നു ആ മുഖ്യമന്ത്രിയുടെ യാത്ര. അപ്പോൾ ഈ ഇതിനെല്ലാം കാരണം ഇത് വായിക്കുമ്പോഴേ ഞാൻ വേണമെങ്കിൽ തൊട്ട് കാണിക്കാം എന്ന് പറയുന്നതിൻ്റെ ആവശ്യമില്ല. പിണറായി വിജയൻ തന്നെയാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിലപാടുകളാണ്, വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്നുള്ളതാണ്, മൈക്ക് ഓപ്പറേറ്റർമാരോടുള്ള അസഭ്യവർഷമാണ്, അദ്ദേഹത്തിൻ്റെ ധാർഷ്ട്യമാണ്, ഏകാധിപതി സ്വഭാവമാണ് ഇതിനെല്ലാം കാരണമെന്ന് അങ്ങ് പറഞ്ഞ കേന്ദ്ര കമ്മിറ്റിയുടെ ലേഖ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. പക്ഷേ എന്നിട്ടും അതേ പിണറായി വിജയനെ നിങ്ങൾ പ്രതിപക്ഷ നേതാവാക്കി ഉണ്ടാവും. പക്ഷെ എന്ന് പറഞ്ഞാൽ പോലും ചരിത്രത്തിൽ ഏറ്റവും വലിയ പരാജയം, വോട്ട് ശതമാനത്തിൽ ഏറ്റവും വലിയ താഴ്ച. ആ സമയത്ത് എന്താണ് സർക്കാരിനെ നയിച്ച മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവാകുന്നു. ആ സമയത്ത് പാർട്ടിയെ നയിച്ച പാർട്ടി സെക്രട്ടറി താങ്കൾ തിരുത്തും ചോദിക്കും, പാർട്ടി തിരുത്തും, അതിന്റെ ഭാഗം ഞാനും തിരുത്തും, വെള്ളത്തിന് മുകളിൽ ഒത്തളങ്ങിയ മട്ടിൽ നിലപാട് പറയുന്നു. അല്ലല്ല, പാർട്ടി തിരുത്തുന്ന കൂട്ടത്തിൽ ഞാനും തിരുത്തും എന്നാ പറയുന്നത്. ഒരു നേതൃത്വത്തിന് എം.വി. ഗോവിന്ദൻ സെക്രട്ടറി ആയിരിക്കും, ആ നേതൃത്വത്തിന് ഒരു അങ്ങനെ പറയാൻ പറ്റുമോ? പാർട്ടിക്ക് അങ്ങനെ തിരുത്താൻ പറ്റുക? പാർട്ടി എന്ന് പറഞ്ഞാൽ നേതൃത്വമല്ലേ തിരുത്തണ്ട്. പാർട്ടി തിരുത്തിയാലേ ഞാൻ തിരുത്താൻ പറ്റുന്ന ഏത് നേതാവ് പറഞ്ഞിട്ടുള്ളൂ? അങ്ങനെ പറഞ്ഞു എം.വി. ഗോവിന്ദൻ പറഞ്ഞിട്ടുണ്ടെന്നേ. എം.വി. ഗോവിന്ദൻ പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ? സംസ്ഥാന സെക്രട്ടറി വളരെ കൃത്യമായി പറഞ്ഞു, ഞാൻ വ്യക്തിപരമായി തിരുത്താൻ പോകുന്നില്ല എന്നാണ്. ഇഷ്യൂസ് വളരെ കൃത്യമായിട്ട് തന്നെ തിരിച്ചറിയുന്നുണ്ട്, അത് കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഈ പറഞ്ഞ പോലെ എന്തുകൊണ്ട് കൃത്യമായിട്ട് ഈ പറഞ്ഞ പോലെ മർമ്മത്തിൽ സ്പർശിക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യം പൊതുജനങ്ങൾ ചോദിക്കുന്നു. സാധാരണഗതിയിൽ അങ്ങനെ ഒരു സംശയം ജനങ്ങൾക്കുണ്ടാവുമല്ലോ. പരാജയത്തിന്റെ സമയത്ത് 2 പ്രധാനപ്പെട്ട മുഖങ്ങൾ മാറി പുതിയ മുഖങ്ങൾ വരണം എന്നുള്ള കാര്യത്തിൽ താങ്കൾക്ക് വ്യത്യാസമുണ്ടോ? അതിന് അങ്ങനെയുള്ള ചർച്ചകൾ ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ ഞങ്ങൾ വിശാല സംസ്ഥാന കമ്മിറ്റി വിളിച്ചിരിക്കുന്നത്. നിങ്ങൾ അതുവരെ ഒന്ന് ക്ഷമിക്കൂ. ഈ പറയുന്ന വിശാല സംസ്ഥാന കമ്മിറ്റി കഴിയുമ്പോഴത്തേക്ക് എന്താണ് പാർട്ടി മുന്നോട്ട്, നമ്മൾ എങ്ങനെ പോകണം, നമ്മൾ എത്തരത്തിലാണ് മുന്നോട്ട് പോകുന്നത് എന്നൊക്കെ കൃത്യമായിട്ട് പറയും. ഇപ്പോൾ CPM-നുള്ളിൽ ചില വിമത ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. ഇപ്പോൾ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായ ശേഷം ഏറ്റവും വലിയ കാര്യത്തിൽ ഉയർത്തിക്കൊണ്ട് വന്നാണ് വിഴിഞ്ഞം അഴിമതി. 1000 കോടിയുടെ അഴിമതി എന്ന കണക്കിനാണ് വന്നത്. അദ്ദേഹത്തിന് തന്നെ അതിൽ നിലപാടില്ലായിരുന്നു. ആദ്യം നിയമസഭയിൽ അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ഉത്തരത്തോട് ഓക്കെ ശരി എന്ന് പറയുന്നു. പിറ്റേ ദിവസം അദ്ദേഹം അത് വലിയ അഴിമതിയായി ഉന്നയിക്കുന്നു. പക്ഷേ KK ശൈലജ പറയുന്നു അത് അഴിമതിയില്ല. EP ജയരാജൻ പറയുന്നു അതിൽ അഴിമതിയില്ല. അപ്പോൾ അങ്ങ് സൂചിപ്പിച്ചതുപോലെ ചില എതിർ ശബ്ദങ്ങൾ CPM-നുള്ളിൽ നമ്മളിപ്പോൾ കേൾക്കുന്നുണ്ട്. അത് നല്ലതുമാണ്. കാര്യം ഞാനതിനെ ഭയങ്കര പോസിറ്റീവായിട്ടാണ് കാണുന്നത്. എൻ്റെ ചോദ്യം, അങ്ങയുടെ തന്നെ വാക്ക് കടമെടുത്താൽ CPM-ലെ ഒരു ധാർമ്മിക മുഖമായിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ, ധാർമ്മികത CPM-ൽ ഒരു ബെഞ്ച് മാർക്ക് വെച്ചാൽ നമുക്ക് ആ ബെഞ്ച് മാർക്കായി ചർച്ച ചെയ്യാൻ പറ്റുന്ന കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ, ഈ പിണറായി വേഴ്സസ് അതർ സൈഡ് ഒരു പോര് ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. അല്ലെങ്കിൽ തെറ്റ് ചെയ്തവർ വേഴ്സസ് ഇത് തിരുത്താൻ ആഗ്രഹിക്കുന്നവർ, അതിലേത് പക്ഷത്താണ് അങ്ങ് നിലയുറപ്പിക്കുന്നത്? അങ്ങനെ ഒരു പക്ഷമേ ഇല്ല എന്നുള്ളതാണ് ഈ പറയുന്ന പോലെ. ഈ എന്തെങ്കിലും ഒരു അഭിപ്രായ പ്രകടനം, ഇപ്പം ഒരു പാർട്ടി ഒരു അഭിപ്രായ പ്രകടനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു. പെട്ടെന്ന് ഒരു അഭിപ്രായ പ്രകടനത്തിൽ നിന്നും പോയ അഭിപ്രായ പ്രകടനങ്ങളൊക്കെ തന്നെ ശരിയായിരുന്നില്ല എന്നൊരു ബോധ്യപ്പെടലുകൾ വരുന്നു. ആ ബോധ്യപ്പെടലിൻ്റെ അടിസ്ഥാനത്തിൽ വിഭിന്നമായിട്ടുള്ള അഭിപ്രായങ്ങളും വരുന്നു. അങ്ങനെ അഭിപ്രായം പറയുമ്പോൾ ആ അഭിപ്രായ പ്രകടനത്തിലൂടെ കൂടെ ചേർന്നിരിക്കുന്ന ആളുകളൊക്കെ തന്നെ ആദ്യം പറഞ്ഞ അഭിപ്രായ പ്രകടനത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ആൾക്കാരല്ല എന്നുള്ളതും ഇതിന് വ്യത്യസ്തമായി സഞ്ചരിക്കുന്നതിനുള്ള ധാരണ വേണ്ട. ഇത് നന്നാക്കിയെടുക്കാനും ഇതിൽ കൂടുതൽ ചർച്ചകൾ കൊണ്ടുവരാനും ഇതിൽ നമുക്ക് തെറ്റുപറ്റിയത് കൂടുതൽ നമ്മൾ ഏറ്റുപറയണമെന്ന് പറയാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ചർച്ചയായിട്ട് മാത്രം അതിനെ കണ്ടാൽ മതി. അവസാനം മറ്റൊരു ചോദ്യം, പാർട്ടിക്കകത്ത് കോടിയേരി ബാലകൃഷ്ണ മകന് അടുത്തൊരു 10 വർഷം കഴിയുമ്പോൾ പാർട്ടിയിൽ എവിടെ ഉണ്ടാകുമെന്നുള്ള ഒരു ധാരണ? ഏതെങ്കിലും കാലത്ത് പാർട്ടിയുടെ സെക്രട്ടറി ആവും ബിനീഷ് കോടിയേരി? ഈ നമ്മുടെ പാർട്ടി, ഞാൻ അതാണ് ഈ കേഡർ സിസ്റ്റത്തിൻ്റെ കാര്യം പറയുന്നത്. നമ്മൾ അങ്ങനെ എന്തെങ്കിലും പാർട്ടി എന്ന് പറഞ്ഞാൽ പാർട്ടി നേതൃത്വം ആണല്ലോ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നതിൽ. പാർട്ടി നേതൃത്വത്തിന് നമ്മളെ പരിഗണിക്കണം എന്ന് തോന്നിയാൽ നമ്മളെ പരിഗണിക്കും. പാർട്ടി നേതൃത്വത്തിന് നമ്മളെ പരിഗണിക്കേണ്ട എന്ന് തോന്നിയാൽ പരിഗണിക്കേണ്ടി വരില്ല. ഞാൻ എപ്പോഴും പറഞ്ഞു, പാർട്ടിക്കകത്ത് നമ്മളെ നിൽക്കാൻ പ്രേരിപ്പിക്കുന്ന 2 ഘടകങ്ങളാണ്. ഒന്ന്, ഈ പറയുന്ന പോലെ തന്നെ ഭരണകൂട കേന്ദ്രീകൃതമാവരുത് പാർട്ടി, വ്യക്തി കേന്ദ്രീകൃതമാവരുത് പാർട്ടി. ഇതാണ് പാർട്ടിയുടെ ക്രക്സ് എന്ന് പറയുന്നത്. ഇത് രണ്ടും ആവാത്തടത്തോളം ഈ പാർട്ടിക്കകത്ത് നിൽക്കുന്നതിന് ഒരു തർക്കമില്ല, ഒരു പ്രശ്നമില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് എന്നുള്ളത് ആ സമയത്ത് എടുക്കേണ്ടുന്ന തീരുമാനം. അങ്ങയുടെ ജ്യേഷ്ഠൻ്റെ കല്യാണത്തിന്, അതാണല്ലോ ധൂർത്ത് കല്യാണം എന്ന് പറഞ്ഞത്, 2 കൂട്ടം കറി കൂടിപ്പോയപ്പോൾ ധൂർത്തായിരുന്നു എന്ന് കണ്ട പാർട്ടിയോട് ബസ്സിൽ ലിഫ്റ്റ് വെക്കുന്നതും 2 സ്റ്റെപ്പ് മാത്രമുള്ള ക്ലിഫ് ഹൗസിൻ്റെ മുകളിലേക്ക് പോകാൻ വേണ്ടി പുതിയ ലിഫ്റ്റ് വെക്കുന്നതും, പശുത്തൊഴുത്തിന് 65 ലക്ഷവും 50 ലക്ഷവും വെക്കുന്നതും, ഓരോ പുതിയ കാറുകൾ ഓരോ മാസം മാറ്റുന്നതും ധൂർത്താണ് സഹാവേ എന്ന് കൈചൂണ്ടി പറയാൻ ആ പാർട്ടിയിൽ ആളില്ലാതെ പോയത് എന്തുകൊണ്ടായിരിക്കാം?
ഇതൊക്കെ ഗവൺമെൻറ് എടുക്കുന്ന തീരുമാനം. ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് എങ്ങനെ സുരക്ഷ നൽകണം, മുഖ്യമന്ത്രിക്ക് ഏതൊക്കെ രീതിയിൽ കാറുകൾ എടുക്കണമെന്ന് തീരുമാനിക്കുന്നത് മുഖ്യമന്ത്രി രാവിലെ പറയുമല്ലോ. എന്നാൽ ഇന്ന് ഇത് ഈ പറയുന്ന പോലെ തന്നെ ഇന്നലെ ഇതിൻ്റെ കൂട്ടത്തിൽ പറയാമല്ലോ, ഈ പറയുന്ന പോലെ പിണറായി വിജയൻ്റെ ദൂരത്തിൻ്റെ ഭാഗമായി എടുത്ത ഹെലികോപ്റ്ററിലാണല്ലോ ഇന്നലെ നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി യാത്ര ചെയ്തത്. അത് ദൂർത്താന്ന് ഞങ്ങൾ ആരും പറയുന്നില്ലല്ലോ. ദൂർത്താണ് എന്ന് പറഞ്ഞിരുന്ന ആള് അതേ വാഹനത്തിൽ അതേ യാത്രയിൽ ഈ പറയുന്ന കാര്യം ശരി. പക്ഷേ വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് പാർട്ടി കൃത്യമായി നിയന്ത്രണം ഉണ്ടായിരുന്നു. പിണറായി വിജയൻ മുഖ്യമന്ത്രി പാർട്ടിക്ക് നിയന്ത്രണമില്ലെന്ന് പാർട്ടി സമ്മതിക്കാൻ അഡ്മിറ്റ് ചെയ്യാണ്. മാത്രമല്ല ഒരു പാർട്ടി സെക്രട്ടറി ഇടതുപക്ഷ നയം നടപ്പാക്കാനല്ല ഇടത് സർക്കാർ എന്ന് പറയാണ്. പിന്നെ എന്ത് നടപ്പാക്കാനാണ്? അല്ല, അത് ഇടതുപക്ഷത്തിന്റെ മാത്രം സർക്കാരല്ല. നമ്മൾ LDF ഇടതുപക്ഷ നയം ഈ പറയുന്ന പോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആശയങ്ങൾ മാത്രം തുടരുന്ന പാർട്ടികളല്ലല്ലോ ഉള്ളത്. LDF എന്ന് പറയുന്ന സംവിധാനത്തിന്റെ അല്ല പറയട്ടെ ബിനീഷ്, വിശാലമായി LDF നയമുണ്ട്, രാഷ്ട്രീയ നയമുണ്ട്. ആ നയം നടപ്പാക്കാനാണ് LDF സർക്കാർ ആണോ ചോദിക്കുന്നത്? പാർട്ടി സെക്രട്ടറി ചോദിക്കുകയാണ്. ചരിത്രത്തിൽ ഇതേ ചോദ്യം 57 EMS അധികാരത്തിലേറ്റ് വന്നപ്പോഴും ഈ പറയുന്ന പോലെ പത്രക്കാരികൾ നിൽക്കുമ്പോഴത്തേക്ക് സംസാരിച്ചപ്പോഴും EMS പറഞ്ഞൊരു വാദമുണ്ട്. ഞങ്ങൾ ഈ പറയുന്നത് പോലെ പൂർണ്ണമായിട്ടും ഇടതുപക്ഷത്തിൻ്റെ പൂർണ്ണമായ നയങ്ങൾ അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ നടപ്പാക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ഗവൺമെൻറ് എന്ന രീതിയിലല്ല ഞങ്ങൾ ഈ ഗവൺമെൻറ്റിനെ കാണുന്നത്. കാരണം അതൊരു കോലിയേഷൻ ഗവൺമെൻറ് ആയിട്ട് തന്നെ വന്നിരിക്കുന്ന നിരവധിയായിട്ടുള്ള ആളുകളാണ് ഉള്ളത്. അപ്പം ഞങ്ങൾക്ക് അതിന് പരിമിതികളുണ്ട് എന്ന് ഞങ്ങൾ തുറന്ന് സമ്മതിക്കുന്നുണ്ട്. ഇടതുപക്ഷത്തിൻ്റെ നയം മാത്രം നടപ്പാക്കാൻ വേണ്ടി പറ്റുന്നതാണെങ്കിൽ ഈ പറയുന്ന എന്തൊക്കെ കാര്യങ്ങൾ വേറെ തരത്തിൽ നമുക്ക് നടപ്പാക്കാൻ പറ്റും, അതും മാത്രം നടപ്പാക്കാൻ പറ്റുന്ന ഒരു ഗവൺമെൻറ്. ഇപ്പോൾ UDFൻ്റെ അകത്ത് UDF പറയുന്ന അത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രം നടപ്പാക്കാൻ പറ്റുന്നതായിരിക്കില്ല UDFൻ്റെ ഒരു മന്ത്രിസഭയും. അപ്പോൾ വാദങ്ങൾ പൂർത്തിയാകുന്നു, മറുവാദങ്ങളും പൂർത്തിയാകുന്നു. ഇനി ന്യായവിധിയുടെ സമയം സർ, പ്ലീസ്. അഡ്വക്കേറ്റ് ബിനേഷ് കോടിയേരി ഒരു ചിരി എന്ന സിദ്ധി മറക്കാതെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ വളരെ എഫക്റ്റീവായിട്ട് നയിച്ച ധാർമ്മിക മൂല്യങ്ങളിൽ ഊന്നി തന്നെ നിന്ന കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ എന്നുള്ള രീതിയിൽ താൻ അഭിമാനിക്കുന്നു എന്ന് തന്നെ ബിനീഷ് പറയുന്നുണ്ട്. ബിനീഷിൻ്റെ രാഷ്ട്രീയം, ജീവിതം, വിവാദങ്ങൾ ഇതാണ് ഇന്ന് ചർച്ചാ വിധേയമായത്. അല്ലെങ്കിൽ ആഷ്മി ഇൻട്രോയിൽ പറഞ്ഞതുപോലെ തന്നെ വളരെ വിശദമായിട്ട് തന്നെ കാര്യങ്ങളിലേക്ക് പോയി. അപ്പോൾ ബിനീഷ് ഉൾപ്പെട്ട ആ ഒരു കേസ് ഈ പറഞ്ഞതുപോലെ തന്നെ നാർക്കോട്ടിക് കേസ് എന്ന് ചാപ്പ കുത്തപ്പെട്ടു എങ്കിൽ പോലും യഥാർത്ഥത്തിൽ നാർക്കോട്ടിക് കേസല്ല. പറഞ്ഞ പോലെ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ കേസില്ല, ED ആണ്. ED ഈ അർത്ഥത്തിൽ തന്നെ അത് ഈ പറഞ്ഞ പോലെ ഒരു ഹുക്ഡപ്പ് കേസാണെന്നുള്ള രീതിയിലാണ് ബിനീഷിൻ്റെ വാദം വരുന്നത്. അതിപ്പോൾ എന്തായാലും കേസ് പെൻഡിങ് ആയതുകൊണ്ട് അതിൽ കൂടുതൽ നമ്മൾ വിശദാംശങ്ങളിലേക്ക് അതിൽ പോകുന്നില്ല. ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ മകൻ ഒരു കേസിൽ ഇങ്ങനെ ഉൾപ്പെട്ടതിൻ്റെ പശ്ചാത്തലത്തിൽ സ്ഥാനം വെടിഞ്ഞ് മാറി നിൽക്കുന്ന ഒരു ധാർമ്മികത കോടിയേരി കാണിക്കുന്നു. അതേസമയത്ത് എന്തുകൊണ്ട് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവായ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ മകൾ ഉൾപ്പെട്ട ആ ഒരു കേസ് വീണ പാർട്ടി മെമ്പർ അല്ല എന്നുള്ളതാണ്, ബിനീഷ് പാർട്ടിക്കാരനാണ് എന്നുള്ള വ്യത്യാസമുണ്ട്. എത്രത്തോളം ഫലപ്രദമായിട്ട് ഈ പറയുന്ന ഒരു തിരുത്തൽ പ്രക്രിയ ഇതിൽ നടക്കും എന്നുള്ളൊരാശങ്ക ഇപ്പോൾ ഇദ്ദേഹവും ഷെയർ ചെയ്യുന്ന ഒരു വികാരം അത് തന്നെയായിരുന്നു. ആ ഒരു ചോദ്യം അവശേഷിപ്പിച്ചുകൊണ്ട് തന്നെ നമുക്ക് പോസിറ്റീവ് നോട്ടിൽ ഇത് അവസാനിപ്പിക്കാം. താങ്ക് യു സർ, താങ്ക്സ് എ ലോട്ട്. എന്തായാലും ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തേണ്ട പാർട്ടിയുടെ ഉത്തരവാദിത്തമാണ്, പാർട്ടി കണ്ടെത്തേണ്ടത്. പക്ഷേ ബിനീഷ് കോടിയേരി ജീവിതം പറയായിരുന്നു, രാഷ്ട്രീയം പറയായിരുന്നു, തുറന്നു തന്നെ പറയായിരുന്നു. പാർട്ടിയുടെ ആ പരിമിതിക്കുള്ളിൽ നിൽക്കുമ്പോഴും തുറന്നു തന്നെ കാര്യങ്ങൾ പറയുകയായിരുന്നു. പരീക്ഷണങ്ങളിൽ നവീകരിക്കപ്പെട്ട ഒരു മനുഷ്യൻ എന്ന് പറയുക മാത്രമല്ല, സമീപനത്തിലും പ്രവൃത്തിയിലും അത് പ്രകടമാണ്. തുടരാൻ ബിനീഷ് കഴിയട്ടെ. നമുക്ക് പിന്നെ കാണാം. ഗുഡ് ബൈ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.